കേട്ട സാക്ഷ്യങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തുതി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വാതി പറഞ്ഞ സാക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ചില സാധനങ്ങൾ വീട്ടിനകത്തിരിക്കുന്നത് അപകടമാണ്. അത് നിസ്സാരമായിട്ട് കാണരുത്. ഇപ്പോൾ വർഷങ്ങളായിട്ട് അവർ കൊണ്ടു നടന്ന ഒരു സംഭവം കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ മീൻസ് 40 ഡേയ്സ് പ്രയറിൽ ആ വീട് വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് വെച്ച് ആ വിടുതൽ സംഭവിച്ചു. മനസ്സിലായി? അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. ആ 40 ദിവസത്തെ പ്രയറിലൊക്കെ യാത്ര ചെയ്ത് വന്നവർ ആ 40 ദിവസത്തെ പ്രാർത്ഥനയിൽ കൂടെ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ച് വന്നവർക്ക് ഈ 2025 പെട്ടെന്ന് വിടുതൽ നടക്കും. കാര്യങ്ങൾ പെട്ടെന്ന് ക്രമപ്പെടാൻ തുടങ്ങും. അത് ചെയ്തവർ കൃത്യമായിട്ട്. അത് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചു. കർത്താവ് അത് ദൈവം തന്നൊരു ക്രമീകരണമായിരുന്നു. അത് ചെയ്തവർക്ക് ഉറപ്പാണ് ആ വ്യത്യാസം ഈ വർഷം വന്നുകൊണ്ടേയിരിക്കും. അല്ലാത്തവർ ഈ വചനം പിന്തുടരുക. എല്ലാത്തിനും ഒരു സീസണാണ്. സീസൺ അനുസരിച്ചാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. സാധനങ്ങൾ വീടിനകത്തിരിക്കുന്ന നമ്മൾ വൃത്തിയാക്കണം. വീട് വൃത്തിയായിരിക്കണം. കാരണം ചില സാധനങ്ങൾ നിങ്ങളെ അപകടപ്പെടുത്താം. വർഷങ്ങളായി നിങ്ങൾ അറിയാതെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവാം. അത് നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് ശ്രദ്ധിച്ചു കൊള്ളുക, പ്രാർത്ഥിച്ചു കൊള്ളുക. നിങ്ങൾ വീടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും. അതുപോലെ ഒരു സ്ഥലത്തിൻ്റെ കേസ് പറഞ്ഞത്, ആ ഒരു പ്രത്യേക ഒരു സ്പേസിൽ ആ വീടിൻ്റെ അവിടെ മാത്രം ഒന്ന് മുളയ്ക്കാതിരുന്ന ഒരു കാലം. അവരെന്നെ ആദ്യമായിട്ട് കാണാൻ വരുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ്. ആ സ്പേസിൽ പല വിഷയങ്ങളും പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു പ്രശ്നം അതായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ മാത്രം അവിടെ എന്തോ ഒരു മരം ഉണങ്ങി നിന്നു അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞു ശ്രോതിയുടെ പോയി അല്ലേ, എപ്പോഴും അത് ഉണങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അവിടെ മാത്രം, ബാക്കിയെല്ലാം ക്ലിയറായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നൊരു സമയത്താണ് നമ്മളിങ്ങനെ പല പ്രാർത്ഥന നടത്തി. ഞാനിവിടെ പോയിട്ടേ ഇല്ല, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല, കണ്ടിട്ടുപോലും ഇല്ല ഇവരെ വീടൊന്നും. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരു ദിവസം നമ്മളിങ്ങനെ കുറച്ച് എന്തോ ഒരു വിത്ത് കൊണ്ടുവന്ന് അതിനെ പ്രാർത്ഥിച്ച് കൊണ്ടുപോയതാണ്. ദൈവം അവിടെ തൊടുകയായിരുന്നു. കാരണം ആ സ്ഥലത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതാണ് എൻ്റെ കാര്യം. ആ സ്പേസ്, നമ്മൾ താമസിക്കുന്ന വീടുകളും സ്ഥലങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് അവകാശമല്ല. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള അന്യ ആരാധനകൾ, രക്തബലികൾ, പൂജകൾ, അന്യാരാധന പൂജകൾ നടന്നിട്ട സ്ഥലങ്ങൾ, പല രീതിയിലുള്ള അറ്റാക്കുകൾ ഭൂമിയിലുണ്ടാവാം. നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഭൂമി വിശുദ്ധീകരിക്കണം. അതും കഴിഞ്ഞ വർഷത്തിൽ വ്യക്തമായിട്ട് വചനങ്ങൾ തന്നിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അത് ചെയ്തവർ ശ്രദ്ധിച്ചു കൊള്ളുക, വീടിനെ തുടരുക. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭൂമികളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ ചില വിടുതലുകൾ അതിലൂടെ മാത്രമേ നടക്കുള്ളൂ. വേറെ എന്ത് പ്രാർത്ഥിച്ചാലും നടക്കില്ല. ഭൂമിയായിരിക്കും പ്രശ്നം. അതുകൊണ്ട് അതും ക്ലിയർ ചെയ്യണം. പലവട്ടം പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിപ്പിക്കരുത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ധ്യാനിക്കുന്നു മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം മുതൽ. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ഭാഗം ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ടൊരു ഭാഗമാണ്. സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം അനുഗ്രഹിക്കുന്നതിന് വേദപുസ്തകത്തിൻ്റെ തത്വങ്ങളിലൂടെ മാത്രമാണ്. വെറുതെ ചുമ്മാ ഒരാൾക്കും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഒന്നും കിട്ടുന്നില്ല. ഈ കാര്യം നിങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾ കുറേ പ്രാർത്ഥിച്ചു ഇപ്പോൾ കിട്ടും, അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. വ്യവസ്ഥകൾക്കനുസരിച്ച് മാത്രമേ വേദപുസ്തകത്തിനകത്തിലെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. ദൈവം അത്ഭുതം ചെയ്യത്തുള്ളൂ. ദൈവം എന്തേ ചില ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നു, ചിലർക്ക് നന്മകൾ കൊടുക്കുന്നു, ചിലർക്ക് ഉയർച്ചകൾ വരുന്നു, ചിലർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ കാരണം പ്രാർത്ഥിക്കാത്തത് കൊണ്ടോ പള്ളിയിൽ പോകാത്തതുകൊണ്ടോ ബൈബിൾ വായിക്കാത്തതുകൊണ്ടല്ല. വ്യവസ്ഥകൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുന്നില്ല. അതിൽ ഒരു വ്യവസ്ഥ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഒരു വ്യവസ്ഥ ശിഷ്യത്വത്തിൻ്റെ ആത്മാവാണ്. ശിഷ്യത്വത്തിൻ്റെ ആത്മാവ്. എൻ്റെ മുമ്പിലേക്ക് നിങ്ങളെല്ലാവരും ശിഷ്യത്വത്തിൻ്റെ ആത്മാവിനകത്തുള്ളവരാണ്. നമ്മുടെ കുഴപ്പമെന്നറിയാമോ? നമ്മൾ ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിക്കുന്നത്. അതിന് നമ്മൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തി നാമധേയ ക്രിസ്ത്യാനികളായിട്ടാണ് ജീവിക്കുന്നത്. അതിനെ ഒന്നും ബലപ്പെട്ടാണ് നമ്മൾ കുറച്ചുകൂടിയൊക്കെ വിശുദ്ധിയിലെത്തി, ആരാധനയിലെത്തി, പ്രാർത്ഥനയിലെത്തി. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ്. അപ്പം ആ ഒരു പഠനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കുന്നു, ക്രമപ്പെടുത്തുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു വിശ്വാസത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക്, ഒരു സ്പിരിച്വാലിറ്റിയുടെ വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. കുറച്ചുകൂടി നമ്മൾ കയറുന്നു. എന്നാൽ ഇതിൻ്റെ കയറ്റത്തിൻ്റെ, ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറ്റത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരാണെന്നുള്ളതാണ്. നമ്മളൊരു നാമധേയ ക്രിസ്ത്യാനിയുടെ ഒരു താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നടന്നു കയറി, ഒരു ദൈവത്തിന് അനുസരിക്കണമെന്നുള്ള ദാഹത്തിലേക്ക് എത്തി, വചന പഠനങ്ങളിലേക്ക് എത്തി. നമ്മൾ ഏകദേശം ആ ഒരു പോയിന്റിലെത്തുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യരാണ് എന്നുള്ളതാണ്. ക്രിസ്ത്യാനിയല്ല, ശിഷ്യരാണ്. ശിഷ്യന്മാരിലേക്കാണ് ദൈവം തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ശിഷ്യന്മാരിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത്. ശിഷ്യന്മാരിലാണ്. അപ്പം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം ശിഷ്യത്വത്തിലേക്കാണ് വിളിച്ചത്. സകല ജാതികളെയും
എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിനെന്നാണ്. ശിഷ്യർ, യേശുവിൻ്റെ ശിഷ്യത്വത്തിനകത്തേക്ക് വരിക. അങ്ങനെ ശിഷ്യന്മാരോട് യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്, പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ശിഷ്യന്മാരോട് നിങ്ങളെല്ലാവരും ശിഷ്യന്മാരാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഈ വ്യവസ്ഥ കയ്യിലെടുത്താൽ, ശിഷ്യത്വത്തിൻ്റെ ആത്മം നിങ്ങൾ സ്വീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് കൺട്രോളും ദൈവത്തിൻ്റെ കയ്യിലേക്ക് പോകും. അതാണ് എൻ്റെ പ്രത്യേകത. ശിഷ്യത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൺട്രോളും ആർക്ക് പോകും? കർത്താവിലേക്ക് പോകും. ശിഷ്യത്വം ഏറ്റെടുക്കാത്ത ഒരാളുടെ കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെ നിൽക്കും. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ അനലൈസ് ചെയ്യണം. ശിഷ്യത്വത്തിൻ്റെ ആത്മാവുള്ള ഒരാൾ കംപ്ലീറ്റ് കൺട്രോൾ കർത്താവിന് കൊടുത്തിട്ട് ഡയറക്ഷൻ അനുസരിച്ച് മാത്രം മൂവ് ചെയ്യും. എന്നാൽ ശിഷ്യത്വത്തിൻ്റെ ആത്മാവിന് വിട്ടുകൊടുക്കാത്ത ആൾ തൻ്റെ കൺട്രോളിൽ നിർത്തിയിട്ട് ദൈവത്തെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തെ ഇങ്ങനെ വലിച്ച് നമുക്ക് താ എനിക്ക് തന്നോളൂ ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? രണ്ട് എക്സ്റ്റൻറ്റിലാണ് ഈ രണ്ട് സാധനം നിൽക്കുന്നത്. ശിഷ്യത്വത്തിൻ്റെ ആത്മാവിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നത് പോലുള്ള മൂവ്മെൻറ്റാണ്. എന്താണോ നമ്മളെപ്പറ്റി ദൈവത്തിൻ്റെ ഉദ്ദേശം, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വർഷം നമ്മൾ ആദ്യമേ ഞാൻ പറയുന്നൊരു കാര്യമാണ്, പർപ്പസിലേക്ക് ആൾക്കാർ മൂവ് ചെയ്യുന്ന വർഷമാണ്. ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതി. ആരുടെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങളെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നൊരു കാലമാണ്. അതിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് സുവിശേഷ വേലയാണ്. സുവിശേഷ വേല ഞാൻ പ്രസംഗിക്കുകയാണ്. സുവിശേഷ വേല ഉണ്ടെന്നോ ഇന്ന് എഴുതിയിട്ട് സുവിശേഷ വേല ചെയ്യാനല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് കഴിയത്തില്ല. പക്ഷേ സുവിശേഷ വേലയ്ക്കുള്ളൊരു മനസ്സാണ് ശിഷ്യത്വത്തിൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സംഭവം. യേശുവിനെ പറ്റി, യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി, കർത്താവ് നൽകുന്ന നന്മകളെപ്പറ്റി, അനുഗ്രഹങ്ങളെപ്പറ്റി മറ്റൊരാളോട് അറിയിക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഇതിനുള്ളൊരു മനസ്സ്, യേശുവിന് വേണ്ടി ജീവിക്കാനുള്ളൊരു മനസ്സ്, ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴെങ്കിലും നമ്മൾ എത്ര പേര് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ആരോടെങ്കിലും ഒരു സാക്ഷ്യം ഇവിടെ ഒന്ന് പറയുന്നതല്ല, അത് മോശമൊന്നല്ല കേട്ടോ പറയുക, അതല്ലാതെ തന്നെ യേശുവിൻ്റെ സ്നേഹത്തെപ്പറ്റി, സന്തോഷത്തെപ്പറ്റി, യേശു നൽകുന്ന നന്മകളെപ്പറ്റി, യേശു നൽകുന്ന നിത്യജീവനെപ്പറ്റി ആരോടെങ്കിലും എനിക്ക് പറയണം എന്ന ദാഹം എത്ര പേർക്ക് തോന്നാറുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. എത്ര പേര് തോന്നാറുണ്ട്? നോർമൽ കേസിൽ എല്ലാവർക്കും തോന്നണമെന്നില്ല, കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, തോന്നണമെന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കയറാത്തത് കൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, പേടിച്ചുകൊണ്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക്, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കയറുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് ദൈവം തൊട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങും, വിടുവിക്കാൻ തുടങ്ങും, നന്മകൾ തരാൻ തുടങ്ങും, കർത്താവ് ചെയ്യും. അപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കർത്താവ് എന്നെ തൊട്ടിട്ടുണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? എപ്പോഴേ വരത്തുള്ളൂ? നിങ്ങളെ തൊട്ടതിന് ശേഷമേ വരൂ. മനസ്സിലായോ? നിങ്ങൾ കുപ്പത്തൊട്ടിൽ കുഴിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സുവിശേഷം സ്പ്രെഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ചടങ്ങായിട്ട് വേണമെങ്കിൽ ചെയ്യാം, എന്തെങ്കിലും ചെയ്യും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ അതിൽ നിന്ന് കയറണം. അതിന് കയറി നിങ്ങളൊന്ന് ബലപ്പെടണം. നിങ്ങൾക്ക് ചില നന്മകളൊക്കെ ദൈവം തരാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സ്പർശനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങും. അവിടെ മുതൽ മാത്രമേ ഈ മൂവ്മെൻറ്റ് നടക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവ് എന്നെയും ആ ശിഷ്യത്വത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ദൈവം നിറയ്ക്കുമെന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട. ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ ഒരു സംശയം വേണ്ട. കാരണം നിങ്ങൾ പണം ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല. മനസ്സിലായോ? കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. ആരോഗ്യം ചോദിച്ചാൽ കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് പണമില്ലേലും, നിങ്ങൾക്ക് ആരോഗ്യമില്ലേലും, നിങ്ങൾക്ക് വീടില്ലേലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. വിശുദ്ധ ജീവൻ നടത്തിൽ ഉറപ്പായിട്ട് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നേരെ മറിച്ച് സുവിശേഷീകരണം എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതിൽ ഏതെങ്കിലും ഒരു പൈതൽ, ഒരാൾ പറയണേ എനിക്കും കർത്താവിനെ പറ്റി പറയണമെന്ന് പറഞ്ഞാൽ ഉടൻ അത് സ്വർഗം ഏറ്റെടുക്കും. ഉടൻ ഏറ്റെടുക്കും. അത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കർത്താവ് യേശുവിനെ പറ്റി എനിക്കും പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ തട്ടാതെ നിങ്ങളൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിലോ താഴ്ചയിലോ വേദനയിലോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള ആവേശം ഉണ്ടാവണമെന്നില്ല, അല്ലേ? ഇല്ലാത്തതില്ലെന്ന് പറയണമല്ലോ. ഇല്ല, എനിക്കങ്ങനെ ഇല്ല, സത്യമായിട്ട് നിങ്ങൾക്ക് പറയാം, ഇല്ല. പക്ഷെ നിങ്ങളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കണം, എന്നെയും അങ്ങനെ ആക്കണമേ കർത്താവേ. ആക്കും. എങ്ങനെ ആക്കും? നിങ്ങളെ കുഴിയിൽ നിന്ന് കയറ്റും ദൈവം. മനസ്സിലായോ? തകർച്ചയിൽ നിന്ന് കയറ്റും ദൈവം. ആ സ്നേഹമെന്നത് കർത്താവ് പറഞ്ഞു തരാൻ തുടങ്ങും. വിടുതൽ എന്തെന്ന് കാണിച്ചു തരും ദൈവം. അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങളുടെ ലൈഫ് ചെയ്ത് തരും ദൈവം. എന്തിന്? നീ നാളെ പറയും. മനസ്സിലായോ? പറയും. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കണം, എന്നെയും നിൻ്റെ ശിഷ്യനാക്കണേ കർത്താവേ. തോറ്റ സാക്ഷ്യമൊന്നും പറയാൻ ആരും റെഡിയാവണ്ട. തോറ്റ സാക്ഷ്യം പറയാനേ റെഡിയാവണ്ട. നിങ്ങൾ ജയിച്ച സാക്ഷ്യം മാത്രം പറഞ്ഞാൽ മതി.
തോറ്റ സാക്ഷി ആർക്ക് കേൾക്കണം? കഷ്ടതയായിരുന്നു തകർന്ന് താ കിടക്കുന്നു സ്തോത്രം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സുഖം വരും കേൾക്കാൻ? ആലോചിക്കാണ്. കേട്ടോണ്ടിരിക്കാൻ കൊള്ളാം, പക്ഷെ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യും? ഞാനും അങ്ങനെ കഷ്ടതയിൽ പോട്ടെ സ്തോത്രം എന്ന് പറയാം. അതൊരു ഇതാണോ? അല്ല. അനുഗ്രഹിക്കുന്ന ദൈവത്തെപ്പറ്റി, ഉയർത്തുന്ന ദൈവത്തെപ്പറ്റി, സ്നേഹിക്കുന്ന ദൈവത്തെപ്പറ്റി, മാനിക്കുന്ന ദൈവത്തെപ്പറ്റി, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെപ്പറ്റി, വിടുവിക്കുന്ന ദൈവത്തെപ്പറ്റി സാക്ഷ്യം പറയണം. അതാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് സ്നേഹമാണ്. അപ്പോൾ അതിലേക്ക് കേട്ടോളൂ, ഈ പോയിന്റ്, ഈ പ്രാർത്ഥന മിസ് ചെയ്യരുത്. നിൻ്റെ സാക്ഷ്യം പറയാൻ. എന്ത് സാക്ഷ്യം? അത് ചുമ്മാ സാധാരണ ഒരു ചടങ്ങ് സാക്ഷ്യമല്ല, ലൈഫിൽ നിന്ന് പറയാൻ. കേട്ടോ, എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയണം കർത്താവേ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞ് പുറത്തു വരും, ഏതെങ്കിലും കുഞ്ഞ് അപകടത്തിലോ അല്ലെ വീഴ്ചയിലോ ഉയർച്ചയിലോ തകർന്ന് കിടക്കും, നിങ്ങൾ പറയണം എൻ്റെ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അനേകം മാതാപിതാക്കളോട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞ് അവരുടെ മക്കളെ പുറത്തു കൊണ്ടുവരും കർത്താവേ. മനസ്സിലായോ? അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉടൻ സ്വർഗ്ഗം ഏറ്റെടുക്കും. ആ പോയിന്റ് സത്യമായിരിക്കണം. കള്ളം പറയരുത്. നിങ്ങളുടെ ഉള്ളം കർത്താവിന് അറിയാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കളയും. മക്കളൊക്കെ ഒന്ന് ശരിയായി, എന്നാൽ പിന്നെ പൊക്കളയാം എന്ന് പറഞ്ഞ് പോണ കേസാണെങ്കിൽ നന്നാക്കി എടുക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളെ തന്നെ നന്നാക്കി എടുത്തോളും കർത്താവ്. പക്ഷേ ഇത് പ്രാർത്ഥിച്ചോളും. കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ പറയാം, ഒരാളോടെങ്കിലും പറയാം, ഇതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും, യേശുവിനെ പറ്റി പറയും. ഇത് നിങ്ങളുടെ സീരിയസ് ആയൊരു വിഷയമായിരിക്കണം. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ ഈ താഴെയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ആരാകാൻ പോകുന്നു? നിങ്ങൾ ശിഷ്യന്മാരാകാൻ പോകുന്നു, കർത്താവിനെ സാക്ഷിക്കാൻ പോകുന്നു. 7-ാം വാക്യം. അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവിൻ എന്ന് അവരോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ശിഷ്യത്വത്തിൻ്റെ ആത്മാവിലേക്ക് നയിക്കപ്പെടുന്ന അധികാരങ്ങളാണ് കർത്താവ് പറയുന്നത്. ഇതാണ് നിങ്ങൾക്കും എനിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇത് കിട്ടണം. ഇത് നിങ്ങൾ എഴുതിയിട്ട് ഇത് പറഞ്ഞ് പ്രാർത്ഥിച്ചോളണം. മനസ്സിലായോ? നിങ്ങൾ പൈസ കിട്ടാനും ആരോഗ്യം കിട്ടാനും വീട് കിട്ടാനും മക്കൾ നന്നാക്കാനും കുടുംബം നന്നാക്കാനും സമ്പത്ത് കിട്ടാനും പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്, ഈ അധികാരവും തന്ന് കർത്താവിനെ പുറത്തേക്ക് ഇറക്കണമേ, അനേകർക്ക് പ്രയോജനമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിച്ചാൽ 100 അല്ല 150% ഉറപ്പാണ് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കും. നിങ്ങൾ ഈ സാക്ഷ്യമായിട്ട് പുറത്തിറങ്ങിയിരിക്കും. നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങളെ ദൈവം കൈക്കൊണ്ടിരിക്കും. ശിഷ്യത്വത്തിൻ്റെ ആത്മ. നന്ദിയില്ലാത്തവരല്ല കർത്താവിന് ഇഷ്ടം, സുവിശേഷം പറയുന്നവരാണ് കർത്താവിന് ഇഷ്ടം. ഓക്കെ, ആദ്യവാക്യം ശ്രദ്ധിച്ച്. അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ചവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. 2 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ച്. ഒന്ന്, ഒറ്റയ്ക്കായിരുന്നില്ല ദൈവം യേശു അവരെ അയച്ചത് എന്നുള്ളതാണ്. ശുശ്രൂഷയ്ക്കകത്ത് ഒരിക്കലും ആരെയും ഒറ്റയ്ക്ക് ദൈവം അയക്കുന്നില്ല. ഇത് ശ്രദ്ധിച്ചുകൊള്ളുക. ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടില്ല. നിങ്ങൾ ഒരാൾ കർത്താവെ എനിക്ക് സുവിശേഷ വേല ചെയ്യണം, എനിക്ക് സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ടെന്ന് ഒരമ്മ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചോ. ചില അമ്മമാർ പറയും, ഹസ്ബൻഡിന് അങ്ങനെ ഒരു താല്പര്യമോ ഇഷ്ടമൊന്നുമില്ല, പള്ളിയിൽ പോണത് പോലും വലിയ താല്പര്യമില്ല, എനിക്കാണെങ്കിൽ സുവിശേഷം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കാണെങ്കിൽ പള്ളിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും അങ്ങനെ ആയിരിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വീട് അതിന് ക്രമത്തിലല്ല എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കലും ദൈവം നിങ്ങളെ ഒറ്റപ്പെടുത്തില്ല. മനസ്സിലായോ? നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക് അനുകൂലമല്ല, സമൂഹം നിങ്ങൾക്ക് അനുകൂലമല്ല, സഹോദരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല. പക്ഷെ നിങ്ങളുടെ ആഗ്രഹമുണ്ടോ, സുവിശേഷം പറയണമെന്ന് ആഗ്രഹിക്കുന്നോ, നിങ്ങളെ ദൈവം ഒറ്റപ്പെടുത്തില്ല. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എവിടെ കൂടെയെങ്കിലും ഒരു സൗഹൃദ ബന്ധങ്ങൾ കർത്താവ് ഉണ്ടാക്കിയിട്ടിരിക്കും. ഉറപ്പ്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് തിരിഞ്ഞു വന്ന് നിങ്ങളോടൊപ്പം ചേർന്ന് സുവിശേഷ വേലയ്ക്ക് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് മാറും, ചേർന്ന് നിൽക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരി നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാം. ഒറ്റയ്ക്ക് വിടില്ല. ഇത് ഉറച്ച് നിങ്ങൾ വിശ്വസിക്കണം. ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലാക്കണം. ഒറ്റയ്ക്കേ ഉള്ളൂ. അനേകം ആൾക്കാർ പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക്, ഞാൻ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ മാത്രമാണ് ഇങ്ങനെ ജീവിക്കുന്നത്, എനിക്ക് ആരുമില്ലെന്ന് പറയുന്നവർ ഈ പോയിന്റിൽ പ്രാർത്ഥിച്ചാൽ, മനസ്സിലായോ? കർത്താവേ നിൻ്റെ നാമത്തിൽ നിൽക്കും ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെടില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒറ്റപ്പെടാം. നിങ്ങളുടെ വീട് നന്നാക്കണം, എൻ്റെ കുടുംബം നന്നാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, നാട്ടുകാരെല്ലാം എതിർപ്പാണ്, ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം. നേരെ മറിച്ച് സുവിശേഷത്തിന് തയ്യാറാണെങ്കിൽ ഒറ്റപ്പെടുത്തില്ല ദൈവം. ഒരിക്കലും ഒറ്റയ്ക്ക് വിടത്തില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും.
അതുമാത്രമല്ല, സുവിശേഷ വേലയ്ക്കകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ഒറ്റയ്ക്ക് ഒരു അഹങ്കാരിയാകാൻ ദൈവം അനുവദിക്കുന്നില്ല. സുവിശേഷ വേലയ്ക്കകത്തുള്ള മറ്റൊരു പ്രത്യേകതയാണ്, ഒറ്റയ്ക്ക് ഞാനെന്ന ഭാവത്തോടെ നിർത്താൻ കർത്താവ് നോർമൽ കേസിൽ അനുവദിക്കാറില്ല. അങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന പലരും വീണു പോയിട്ടുണ്ട്, തളർന്നു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. കാരണം അഹങ്കാരത്തിന് സാധ്യതയുള്ളതുകൊണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് അധികം പെട്ടെന്നത് ആവശ്യമില്ലാത്തതുകൊണ്ട്. പക്ഷേ ഒറ്റ പോയിന്റിൽ നിങ്ങൾ ഈ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒറ്റപ്പെടില്ല. ഈ ഒരു പോയിന്റ് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സൗഹൃദങ്ങളെ കർത്താവ് ഒരുക്കുകയും നല്ല ബന്ധങ്ങൾ ഒരുക്കുകയും നിങ്ങൾക്ക് സ്നേഹിതരെ ഒരുക്കുകയും ആത്മീക ബന്ധങ്ങളെ കർത്താവ് ഒരുക്കി തരിക. അത് ശ്രേഷ്ഠമാണ്, അത് ചെറിയ കാര്യമല്ല. മനസ്സിലായി? നിങ്ങൾ ഭാരപ്പെടേണ്ടി വരത്തില്ല ജീവിതത്തിലൊന്നും. നിങ്ങൾ തകർന്നു പോകുന്ന സമയത്ത് താങ്ങാൻ മറ്റൊരാളുണ്ടാവും, നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ടാവും, നിങ്ങളുടെ വൈഫ് ഉണ്ടാവും, നിങ്ങളുടെ സഹോദരൻ, സുഹൃത്തുക്കളും. എവിടെ ദൈവം ഒരുക്കുന്നതായിരിക്കും അത്, നമ്മൾ ഒരുക്കുന്നതായിരിക്കില്ല. ഒരിക്കലും നിങ്ങൾ തേടിപ്പോകാനും പാടില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, സുവിശേഷം എന്നെ സഹായിക്കാൻ ഒരാളെ കൂടെ കണ്ടെത്താമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങേണ്ടിയും വരാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ ഇറങ്ങരുത് അങ്ങനെ ഒരാളെ തേടി, ഒരാളെ ഇല്ല. സ്വർഗം നിങ്ങൾക്കൊരുക്കും. അതൊരു പ്രത്യേക ടൈമിലാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്ന സംഭവം എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രാർത്ഥിക്കാനേ പറഞ്ഞുള്ളൂ, സുവിശേഷത്തിലേക്ക് ഇറങ്ങാനല്ല പറഞ്ഞത്. പ്രാർത്ഥിക്കാനേ പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാകത്തില്ല. ഈ സുവിശേഷ വേലയ്ക്ക് നിങ്ങൾ കൂട്ടിനാളെ കിട്ടും. അവരെ ഈ രണ്ടായി അടച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അതിനകത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? അധികാരം. അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം. യേശു ക്രിസ്തു സുവിശേഷ വേലയ്ക്ക് ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് വ്യക്തമായി പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, അല്ലേ, ആ മരിച്ചവരെ ഉയർപ്പിപ്പിക്കാൻ, അതിന് വേണ്ടിയിട്ട് അവർ അയച്ചു എന്നാണ്. അതിനകത്തൊന്ന് അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കേണ്ട ആവശ്യമുണ്ടോ? അത് അങ്ങനൊരു മിനിസ്ട്രി ആവശ്യമുണ്ടോ? ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യമാണ്. മിഷൻ ഫീൽഡിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് ആവശ്യമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം നിരന്തരമായിട്ടത് കാണുകയും ഇത് നമ്മൾ പല മീറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരാവശ്യമായിട്ട് എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അപ്പോൾ അതിന് പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കുറച്ച് പീരീഡ് ആ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. വേണമെന്നൊരു തോന്നൽ, എന്നെപ്പറ്റി ഞാൻ പറയണം, ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ മനസ്സിൽ നിന്നൊരു പ്രസംഗത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഇതിലുള്ള ശ്രദ്ധ മാറി. കൂടുതൽ ആവേശം ഞാൻ ഇതിനകത്ത് കൊടുക്കാതെയായി. താല്പര്യം എന്നിൽ താഴ്ന്നു പോയി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിൽ നിന്ന് ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം, പ്രസംഗിക്കുക, വചനം പഠിപ്പിച്ചു കൊടുക്കുക, വിശുദ്ധ ജീവൻ നടത്താനായിട്ട് ജനത്തെ പഠിപ്പിക്കുക. ഇതാണ് എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പഠിപ്പിച്ച് ഇവർ സ്വയം വിശുദ്ധരാക്കപ്പെടുകയും അങ്ങനെ അശുദ്ധിയുടെ ആത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. മനസ്സിലായോ? പുറത്തു പോയി അവർ നന്നായിട്ട് ജീവിച്ചോളും. ഈ ഒരു പോയിന്റിൽ നിന്നാണ് എൻ്റെ പ്രസംഗങ്ങൾ ഞാൻ മൂവ് ചെയ്യിക്കുന്നതെല്ലാം. എൻ്റെ ലൈഫിൽ കർത്താവ് എന്നെ വിശുദ്ധിയിലേക്ക് നടത്തുന്ന കാര്യങ്ങൾ, വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരിങ്ങ് രക്ഷപ്പെട്ടോളും. ഇങ്ങനൊരു പോയിന്റാണ് മൂവ് ചെയ്യുന്നത് ഞാൻ. പക്ഷേ ഏതൊരു ഘട്ടം കഴിയുന്ന സമയത്ത് വീണ്ടും കർത്താവ് ഈ അശുദ്ധാത്മാക്കളുടെ അതിനെതിരെ പ്രാർത്ഥിക്കണം, അതിനെതിരെ നിൽക്കണമെന്ന് വീണ്ടും പ്രഷർ കർത്താവ് കൊണ്ടുതരുന്ന സമയത്ത് വീണ്ടും ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ എൻ്റെ ആവേശം അതിൽ പോയതാണ്. പിന്നീട് കർത്താവ് എനിക്ക് തന്ന വലിയൊരു ബോധ്യമാണ് ഈ മിനിസ്ട്രി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന്. ഞാനതിൽ പൂർണ്ണനല്ല, സത്യമായിട്ടും പൂർണ്ണനല്ല, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. കാരണം നിങ്ങളുടെ വീടുകളിൽ പിന്നീട് വന്ന ഒരുപാട് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നു. 95% വീടുകളിലും വ്യക്തികളിലും അശുദ്ധാത്മാക്കളുടെ പോരാട്ടം ഉള്ളതാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല എന്നർത്ഥമില്ല. നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചുകൂടാന്നില്ല. വ്യത്യസ്തമായ അളവുകളിൽ പൈശാചിക പോരാട്ടങ്ങളുണ്ട്. അത് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ലാസ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കി. അതിലേറ്റവും പ്രധാനം ജനറേഷണൽ കേസാണ്. നമ്മൾ ആരും കൊണ്ടുവരാതെ തന്നെ പാരമ്പര്യമായി നമ്മുടെ മേൽ വന്നു ചേരുന്നുണ്ട്. ഇത് നമ്മുടെ മിനിസ്ട്രിക്കകത്തും വ്യക്തികളുടെ അകത്തൊക്കെ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞുതരാണ്. അപ്പോൾ അത് കാണും. അപ്പോൾ ഇത് ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്ത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പൂർണ്ണ വിടുതൽ കിട്ടത്തില്ല. കാരണം ഈ സാധനങ്ങളിരുന്ന് പല രീതിയിൽ നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, പല രീതിയിൽ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞ് ദൈവസ്നേഹം പോയി എന്ന് എടുക്കരുത്. ഒരിക്കലും നിങ്ങൾ പാപിயான അർത്ഥത്തിലല്ല, ജനറേഷനിലാണ് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടതല്ല, പാരമ്പര്യമായി വന്നു കയറിയതാണ്. അപ്പോൾ യേശു ക്രിസ്തു വിഭാവന ചെയ്തത് കംപ്ലീറ്റ് ഫ്രീഡമാണ്. മനസ്സിലായോ? ഈ അശുദ്ധാത്മാക്കൾ ഇരിക്കുന്നത് നമ്മൾ എപ്പോഴും പറയും ദേഹവും ദേഹിയിലുമാണ് ഇരിക്കുന്നത്. നിങ്ങളെ സ്പിരിറ്റിലല്ല. ആത്മാവ് സ്വർഗത്തിൽ പോകും, പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഇത് വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും, ഇവിടെ പ്രയാസം ഉണ്ടാവും, ഇവിടെ ഞെരുക്കം ഉണ്ടാവും. ഇവിടെ ആ ഞെരുക്കത്തിലൂടെ പോകാമെങ്കിൽ അങ്ങ് പൊക്കോളാം, കുഴപ്പമൊന്നുമില്ല. ആ ഞെരുക്കത്തിലൂടെ അങ്ങ് പോവുക, മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോവുക. അതാണ് സാധാരണ ക്രിസ്ത്യാനി പഠിച്ചു വെച്ചേക്കുന്നത്. മനസ്സിലായി? ഇവിടെ കഷ്ടതയുണ്ട്. അതിന് റീസൺ ഇവനാണ്. ഈ അശുദ്ധാത്മാക്കൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ കഷ്ടത നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പ്രാർത്ഥിച്ച് സ്വർഗത്തിലങ്ങ് പോകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവ് പറയുന്നത് കംപ്ലീറ്റ് ഫ്രീഡമാണ്. അതുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് യേശു പറയുന്നത്.
മനസ്സിലായോ? ഈ ഭയങ്കര സിവിയറുള്ള ഭ്രാന്ത് പിടിച്ച ഭൂതന്മാർ അങ്ങനെയല്ല അതിൻ്റെ മിനിസ്ട്രി അങ്ങനെയല്ല പോകുന്നത്. ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി വിശ്വസിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ദൈവം പൂർണ്ണമായി ഫ്രീഡം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സമ്പൂർണ്ണമായ സകല അശുദ്ധാത്മാക്കളുടെ പോരാട്ടങ്ങളിൽ നിന്ന് വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, നിങ്ങളോട് പറഞ്ഞ മെസ്സേജാണ്, നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ആദ്യത്തെ ഡെലിവറൻസ് ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്യണം. വേറൊരാൾ വരുത്തി ചെയ്യിക്കലല്ല. വന്നോട്ടെ, ശുശ്രൂഷകർ വന്നോട്ടെ, സഹായം കിട്ടിക്കോട്ടെ, ആരാധന കിട്ടിക്കോട്ടെ, അത് ദൈവത്തിൻ്റെ ഹിതമാണ്. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ കിടക്കുന്ന പോരാട്ടങ്ങളെ തീർക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. പൈശാചിക പോരാട്ടങ്ങളെ, അശുദ്ധാത്മകളെ പുറത്താക്കാൻ കർത്താവ് എനിക്കും അധികാരം തരണമേ. ഈ പ്രാർത്ഥന നിർബന്ധമായിട്ടും പ്രാർത്ഥിക്കണം. മനസ്സിലായോ? സഹായിക്കണേ കർത്താവേ, വന്ന് രക്ഷിക്കണേ, അങ്ങനെ അതുപോരാ. ഇതിനെ പുറത്താക്കാൻ എന്തു വേണം? അധികാരമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ കിട്ടത്തില്ല അത്. മനസ്സിലായോ? വെറുതെ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാൽ അത് കിട്ടത്തില്ല. നിങ്ങളൊരു ആരാധനയ്ക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കിട്ടത്തില്ല. നിങ്ങളുടെ അകത്ത് ഈ അധികാരത്തിന് വേണ്ടി ഒരു ചോദ്യം ഉണ്ടാവണം. ആര് ചോദ്യം? ഇപ്പം ഞാൻ ശുശ്രൂഷ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ചോദിച്ചെന്നിരിക്കും, കർത്താവ് എനിക്ക് അധികാരം തരും, എൻ്റെ മുമ്പിൽ ആൾക്കാർ വരുന്നു, അവർക്കൊരു വിടുതൽ കിട്ടട്ടെ, അധികാരം തരൂ കർത്താവ്, ഞാൻ ചോദിച്ചെന്നിരിക്കും. നിങ്ങളോ? സാധാരണഗതിയിൽ സാധാരണ ജനം ചോദിക്കില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്തൊരു വിടുതൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അധികാരമില്ലാതെ പറ്റില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരായി മാറാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോൾ അവരിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധികാരം അശുദ്ധാത്മാക്കളുടെ മേലിൻ്റെ അധികാരമാണ്. ഒരു അശുദ്ധാത്മ നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നു. നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ ഒരു അശുദ്ധാത്മ വസിക്കുകയാണ്. ഒരു പൈശാചിക ശക്തി സമ്പത്തിനെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമ്പത്തിനെ ബന്ധിച്ച് ഒരുപാട് വീടുകൾ സാമ്പത്തിക ബന്ധനത്തിലാണ്. ഒത്തിരി കേസുകൾ എനിക്കറിയാം. കാരണം എന്ന് വെച്ചറിയാമോ, ഈ ആൾക്കാർ വന്നിട്ട് സമ്പത്ത് ശരിയാവുന്നില്ല അച്ഛാന്ന് പറഞ്ഞു നമ്മൾ ചില ലക്ഷണങ്ങളൊന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അശുദ്ധാത്മാവാണോ അത് ഇവരുടെ വിവരക്കേടാണോ. ഇത് രണ്ടുമുണ്ട്. മനുഷ്യൻ തന്നെ ഉണ്ടാകുന്ന വിവരക്കേടുകൾ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പൈശാചികമായി പോകുന്ന സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. വിവരക്കേടാണെങ്കിൽ ഒന്ന് ക്രമത്തിലാക്കി കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്രമത്തിൽ കയറ്റി കൊടുത്താൽ മതി, ആ വീട് പടപടാന്ന് ശരിയാവും. അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പല വീട് പെട്ടെന്ന് ശരിയായി വരും. ഒന്ന് ആ ടൈം ടേബിൾ ചെയ്ത് കൊടുത്താൽ മതി, പോട്ടെ. അപ്പം ആ ലക്ഷണങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇതിനകത്ത് അശുദ്ധാത്മാവാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അത് ഫിനാൻസിൻ്റെ മേൽ കെട്ടിയിരിക്കുന്ന പിശാചാണ്. ഈ ബന്ധനം അഴിക്കാതെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഈ ബന്ധനം അഴിയാതെ ഫിനാൻസ് അവിടെ കയറില്ല, ഒരിക്കലും കയറില്ല. എത്ര തലകുത്തി മറിഞ്ഞ് നിങ്ങൾ അധ്വാനിച്ചാൽ അത് വീട് ഫ്ലോപ്പാവും. സമ്പത്ത് കയറില്ല. അനേകം ആൾക്കാർക്ക് തത്വം അറിഞ്ഞുകൂടാതെ ചുമ്മാ കിടന്ന് അധ്വാനിക്കുകയാണ്. അതാണ് ഞാൻ കർത്താവ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീഡം തരാൻ ആഗ്രഹിക്കുന്നു. ചുമ്മാ അധ്വാനിച്ച് തട്ടിയും മുട്ടിയും ജീവിച്ച് തട്ടിയും മുട്ടിയും കഷ്ടപ്പെട്ടും കടം മറിച്ച് ഇങ്ങനെ മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് അങ്ങനല്ല ജീവിതം. അങ്ങനല്ല കർത്താവിൻ്റെ മക്കളുടെ ജീവിതം. ബാധ്യതയില്ലാത്തൊരു ജീവിതം, സമാധാനമുള്ളൊരു ജീവിതം, സന്തോഷമുള്ളൊരു ജീവിതം, തൃപ്തിയുള്ളൊരു ജീവിതമാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? അതിൻ്റെ മേലൊരു അധികാരം വേണം. ഫിനാൻസിനെ കൺട്രോൾ ചെയ്യുന്ന അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം തരാൻ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ വീടുകൾക്കകത്ത് ഏതൊക്കെ പ്രശ്നമാണെന്ന് കണ്ടെത്തണം. നിങ്ങൾ സാമ്പത്തിക പ്രശ്നമാണോ? നിങ്ങളുടെ കുഞ്ഞ് പഠിക്കാത്ത പ്രശ്നമാണോ? പഠിക്കാത്തതെല്ലാം പിള്ളേരുടെ കുഴപ്പമാണെന്ന് പറയരുത്. എപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, മക്കൾ പഠിക്കാത്തതിന് റീസൺ അവരാണ് എന്ന് പറഞ്ഞ് അവരെ മേലെ അടിച്ചേൽപ്പിക്കരുത്, അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. കണ്ടെത്തണം, അത് കണ്ടെത്താം. അതിനകത്തൊരു പോരാട്ടം ഉറപ്പായിട്ടും കാണും. അങ്ങനെയെങ്കിൽ അതിനെ തകർക്കാനൊരു അനോയിൻറ്റിങ് ആർക്ക് വേണം? അപ്പന് വേണം, അമ്മയ്ക്ക് വേണം. ഈ അധികാരം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ചോദിക്കൂ, ഫ്രീ ആണിത്. ഇതെന്തോ വലിയ ആനക്കരിയാണ്, ഇത് കിട്ടൂലേ എന്ന് പറഞ്ഞ് സംശയിക്കേണ്ട. ചോദിക്കേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അശുദ്ധാത്മാവ് എൻ്റെ വീട്ടിൽ നിന്ന് പോകണം, എനിക്ക് അധികാരം തരൂ കർത്താവേ, നിൻ്റെ നാമത്തിന് വേണ്ടി നീ എവിടെ നിർത്തിയാലും ഞാൻ നിന്നോളാം എന്നോട് അങ്ങ് പറയണം. സുവിശേഷ വിലയെക്കുറിച്ച് ചേർത്താണ് ഈ സംസാരിക്കണം. ഞാൻ നിന്നോളാം കർത്താവേ എന്ന് പറയണം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഈ അധികാരം തരും. നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് ഒഴിഞ്ഞു പോകും, ഇത് മാറിപ്പോകും. ഉറപ്പാണ്, നിങ്ങളിൽ നിന്നത് മാറിപ്പോകും. നിങ്ങൾക്ക് ആ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. കഴിഞ്ഞ ദിവസം ഞാൻ കൊട്ടാരക്കര കൺവെൻഷന് ഫസ്റ്റ് ഡേ മെസ്സേജ് കൊടുക്കുന്നതിന് മുമ്പ് എന്നെ ഒരു അച്ഛൻ വിളിച്ചിട്ട് അച്ഛനിങ്ങനെ പറഞ്ഞു, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. ആ അച്ഛനോട് ദൈവം പറയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയോ മണിക്കൂറുകൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ തയ്യാറായി. ദൈവം പറഞ്ഞ അച്ഛൻ അനുസരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ മണിക്കൂറുകളിരുന്ന് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ കൺവെൻഷൻ കഴിഞ്ഞു. അപ്പോൾ അച്ഛനും വിളിച്ചു. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് അച്ഛനങ്ങ് വെച്ചു. അപ്പോൾ രാത്രി ഒത്തിരി ലേറ്റായി, ഞാനവിടെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഉറങ്ങാൻ കിടന്നു.
അപ്പോൾ രാവിലെ 3 മണിയായപ്പോൾ ഒരു കോൾ എനിക്ക് വരുന്നു. 3 മണിക്ക് എഴുതിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല, പലപ്പോഴും എഴുതിക്കാറുണ്ട്, പക്ഷേ അന്ന് ആഗ്രഹിച്ചില്ല, കാരണം നല്ല ടയേർഡാണ്. അപ്പോൾ ഞാൻ എഴുന്നേൽക്കാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ 3 മണിക്ക് ബെല്ല് കേൾക്കുന്നു. ഞാൻ എടുത്തു. അപ്പോൾ ഈ അച്ഛനാണ്. അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കൊച്ചമ്മയ്ക്ക് ബ്ലീഡിംഗ് ആണ്, അവർ പ്രഗ്നൻ്റാണ്. 2 പ്രാവശ്യം ഇതേപോലെ ബ്ലീഡിങ് വന്ന് 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് മരിച്ചുപോയി. ഇതാ ഇപ്പോഴും അതുപോലെ സംഭവിക്കുന്നു. പേടിച്ചിട്ട് വിളിക്കുന്നു. എന്നിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകാൻ പോവുകയാണ്, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചോളണേ എന്ന് എൻ്റെ അടുത്ത് പറയാണ്. പറഞ്ഞിട്ട് വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചോളാം അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്, നല്ല കറക്കമുണ്ട്. അപ്പോൾ ഞാൻ കർത്താവെ അനുഗ്രഹിക്കണേ, കർത്താവെ ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിടക്കാനിട്ട് ഇങ്ങനെ ചരിയുന്നതും കർത്താവ് സംസാരിക്കുകയാണ്. നിനക്ക് വേണ്ടി കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചവനാണ്, ഇരുന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് റെസ്പോൺസിബിലിറ്റി എൻ്റെ മേലിങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. നിനക്ക് വേണ്ടി കഴിഞ്ഞ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതാണ്, ശുശ്രൂഷയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെ ഞാൻ എഴുന്നേറ്റിരുന്ന് ഈ അച്ഛനോട് കുറേ നേരം 3 മണിക്കൂർ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് രാവിലെ അച്ഛൻ വീണ്ടും എന്നെ വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, അച്ഛാ അത് മാറ്റമുണ്ട്, 90% ക്ലീൻ ആയിരിക്കുന്നു, ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കാനിങ്ങിന് കൊണ്ടുപോയ സമയത്ത് പെർഫെക്റ്റ്ലി ഓക്കെയാണ്, ഒരു ബുദ്ധിമുട്ടും ആ കുഞ്ഞിനില്ല. ഡോക്ടേഴ്സ് അതിശയത്തോടെ പറയും, ഇത്രയും ഹൈ ബ്ലീഡിങ് വന്നാൽ സാധാരണ ഇതിൽ കുഞ്ഞിനെ കിട്ടത്തില്ല, കുഞ്ഞ് നഷ്ടപ്പെടാറാണ് പതിവ്. മാത്രമല്ല ഹാർട്ട് ബീറ്റ്സ് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും, എല്ലാം പ്രോപ്പറാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞ് സുഖമായി, ഒരു ബുദ്ധിമുട്ടും ആ കുഞ്ഞിൻ്റെ മേൽ വന്നിട്ടില്ല. ഇതിനകത്ത് 2 കാര്യം കർത്താവിനെ പഠിപ്പിച്ച ഒരു പ്രധാനം, ഞാൻ പിന്നീട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനകത്ത് ഒരു കാര്യം, ഈ അച്ഛനെ കഴിഞ്ഞ രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇരുത്തുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ആലോചന കൊടുക്കുന്നു, അദ്ദേഹം അത് അനുസരിക്കുന്നു. ഈ ശുശ്രൂഷകൾ വേണ്ടി അദ്ദേഹത്തിന് ദൈവം കൊടുക്കുന്ന ഒരു അനോയിൻറ്റിംഗ് ഉണ്ട്. എന്തിനാ? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു അനോയിൻറ്റിംഗ് അദ്ദേഹത്തിൻ്റെ മേലുണ്ട്, ഒരു അധികാരമുണ്ട്, അതിന് വേണ്ടിയിട്ട് പവറുണ്ട്. ആ പവർ അദ്ദേഹത്തെ കൊണ്ട് ദൈവം യൂസ് ചെയ്യിപ്പിക്കുന്നു. ചെയ്യൂ എന്ന് പറയുന്നു, അദ്ദേഹം അത് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ അധികാരവും പവറും ദൈവം തരും, നിങ്ങൾക്കും തരും. അത് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം അത് ചെയ്യുന്നു. അത് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? പിറ്റേ പ്രഭാതത്തിൽ ഒരു സാത്താൻ വരുമെന്നും അറ്റാക്ക് ചെയ്യുന്ന ആർക്കറിയാം? ദൈവത്തിന് നന്നായിട്ടറിയാം. ഈ അച്ഛൻ പിന്നീട് എന്നോട് പറഞ്ഞതാണ്, രാവിലെ 3 മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇറങ്ങുമ്പോൾ ആരെ വിളിക്കണമെന്നൊരു പിടിയില്ല, ആരെ വിളിക്കേണ്ട പോകാമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. പെട്ടെന്ന് ദൈവാത്മാവ് സംസാരിച്ചു, നീ ഇന്നലെ രാത്രി ഒരാൾക്ക് വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചില്ലേ, വിളിക്ക്, അവൻ സംസാരിച്ചു, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. നീ ഇന്നലെ രാത്രി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, വിളിക്ക്. ഉടനെ അങ്ങനെയാണ് ഈ അച്ഛൻ എന്നെ വിളിക്കുന്നില്ലേ, വിളിക്കത്തില്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു അത്. ഇങ്ങനൊരു അറ്റാക്ക് അച്ഛൻ ഉണ്ടാകുമെന്നും ഈ അറ്റാക്കിനെതിരെ പ്രാർത്ഥിക്കാൻ ഒരാളെ വേണം. മനസ്സിലായോ? ഒരു പക്ഷേ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഏതോ ഒരു അധികാരം അതിനകത്തുണ്ട്. മനസ്സിലായോ? ഈ സ്പിരിറ്റിന്, അതൊരു മാരുടെ സ്പിരിറ്റാണത്, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നൊരു സ്പിരിറ്റാണ്. അപ്പോൾ അതിനെതിരെ പ്രാർത്ഥിക്കാൻ എന്ത് വേണം? ഒരു അധികാരം വേണം, എങ്കിലത് മാറുള്ളൂ, ഇല്ലെങ്കിൽ പോകത്തില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരാൾ വേണം. മനസ്സിലായോ? അപ്പോൾ അച്ഛനെ എന്നിലേക്ക് കണക്ട് ചെയ്തിട്ട് ദൈവം സ്നേഹിച്ചിട്ട് ആ അധികാരമുള്ള ഒരാളെ രാവിലെ 3 മണിക്ക് എഴുന്നേൽപ്പിച്ചിരുത്തുന്നു. എന്നിട്ട് അച്ഛൻ പോകുന്നു. ഈ അസുഖം അവിടെ മാറും, ക്ലീനായി, പൂർണ്ണമായും സുഖമായി വരുന്നു. എന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചു, കുറേ നേരം സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അച്ഛാ, നിങ്ങൾക്ക് ഈ അധികാരം വരും. ഞാനിങ്ങനെ പറയാണ്, അച്ഛാ നിങ്ങളുടെ മേൽ ഇനി ഈ അധികാരം വരാൻ പോവുകയാണ്, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരാൻ പോവുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇനി ഇങ്ങനെ വരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും വരാം, ആ സാധ്യത പൂർണ്ണമായിട്ടത് മാറി എന്നൊക്കെ പറയാൻ പറ്റും. കാരണം കുഞ്ഞ് ഉദരത്തിലിരിക്കുന്നേ ഉള്ളൂ, ഡെലിവറി നടന്നിട്ടില്ല. അപ്പോൾ അതുവരെയും ഈ അറ്റാക്കുകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും വരാച്ച, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക, നിങ്ങളുടെ മേൽ ഈ അധികാരം തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ, എൻ്റെ മേലല്ല, എനിക്ക് തന്നത് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മേൽ തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ മേൽ അധികാരം വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ബ്ലീഡിങ് ഉണ്ടായി. അപ്പോൾ അച്ഛൻ അപ്പോഴും എന്നെ വിളിച്ചു, അച്ഛാ ഇപ്പോഴും ബ്ലീഡിങ് ഉണ്ടായി, എന്ത് ചെയ്യാം? അച്ഛൻ ഞാൻ വരും, നിങ്ങൾ പേടിക്കുകയും ചെയ്യേണ്ട, ഒന്നും ചെയ്യില്ല ഈ ശക്തി, നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങളുടെ കുഞ്ഞ് ഉറപ്പാണോ എന്ന് അച്ഛൻ പേടിച്ച് വെച്ച്. ഉറപ്പാണ് അച്ഛാ, കാരണം 2 പോയതിൻ്റെ പേടിയുണ്ട്. വീണ്ടും വന്ന പാകപ്പെട്ട സംശയം, ഉറപ്പാണ്, ഒന്നും ചെയ്യില്ല, നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കും പോകുന്നു. ഇയാൾ ഹോസ്പിറ്റലിൽ ചെന്ന്, കൊച്ചമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ കൊച്ചമ്മയുടെ തലയ്ക്ക് വെച്ച്, യേശുവിൻ നാമത്തിൽ ഈ അശുദ്ധാത്മ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞത്, അപ്പോൾ സ്പോട്ടിൽ ബ്ലീഡിങ് നിന്നു. അദ്ദേഹം കൊച്ചമ്മ എന്തോ ഒരു ഫീൽ കൊച്ചമ്മയെ കിട്ടി. അപ്പോൾ അച്ഛൻ പറഞ്ഞ്, കൊച്ചമ്മയുടെ അടുത്ത് ബാത്റൂമിൽ പോയിട്ട് വരാമോ നോക്കാൻ പറഞ്ഞു. ഒരു പ്രശ്നമല്ല, ആ സ്പോട്ടിൽ അധികാരം. മനസ്സിലായോ? അധികാരം കൊടുക്കുകയാണ് ദൈവം. മനസ്സിലായി? ഇനി അച്ഛനും ഒരോട് ഓടേണ്ടി വരില്ല, അത്രേ ഉള്ളൂ, പോ. ഇത് കരങ്ങളിൽ കിട്ടണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ കരങ്ങളിൽ തരും ദൈവം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷകൻ്റെ കരങ്ങളിലേക്ക് മാത്രം നല്ലത്. ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സകലരുടെ മേലും കർത്താവ് അധികാരം പകരും. സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ,
നിങ്ങളെല്ലാവരും പോകൂ, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി കർത്താവിൻ്റെ സാക്ഷികളാകൂ. നിങ്ങളുടെ വീട്ടിനകത്തുള്ള കെട്ടിനെ ആദ്യം അഴിക്കണം. അച്ഛനോട് ഞാൻ പറയാം, നിങ്ങൾ ആദ്യം നിൻ്റെ വീട്ടിനകത്തുള്ളത് അഴിക്കി, നിങ്ങളുടെ കൊച്ചമ്മയിലുള്ളത് അഴിക്കി, മക്കൾക്കെതിരെ വരണതിന് അഴിക്കുക. അതിനുള്ള അധികാരം വരുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങും, മറ്റുള്ളവർക്ക് പ്രയോജനമായി മാറും. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ അതാണ് സംഭവിക്കേണ്ടത്. ഇത് ആഗ്രഹിക്കും. ഇത്ര ഞാൻ പറയും, ഒരു അധികാരം തരാൻ പറ. കർത്താവ് എനിക്കൊരു അധികാരം തരൂ. ഏതാണോ നിൻ്റെ പ്രശ്നം, ആ പ്രശ്നത്തിന് പിന്നെ അധികാരം തന്നിട്ട് എന്നെയും നിൻ്റെ ശിഷ്യനാക്കി യൂസ് ചെയ്യൂ കർത്താവേ. നിങ്ങൾ ഇറങ്ങണ്ട ചാടി, മനസ്സിലാവോ? യൂസ് ചെയ്യുന്ന ദൈവമാണ്. ഈ അച്ഛൻ എന്നോട് പറഞ്ഞ ആ ഒരു പ്രയർ കഴിഞ്ഞ ഈ ഞായറാഴ്ച ഇന്ന് രാവിലെ ആരാധന കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരൻ ഒരു കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ പറയും, ഇന്ന് വരെ ആരും ഇങ്ങനെ രോഗമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല പ്രാർത്ഥിക്കാൻ. ഈ അച്ഛൻ പറയാണ്. പക്ഷേ ഇദ്ദേഹം ഈ പ്രാർത്ഥിച്ച് ഈ അനോയിൻറ്റിങ് കയറിയപ്പോൾ ആര് കണ്ടു? സ്വർഗ്ഗമല്ല ഇത് കൊടുത്തത്. അപ്പോൾ കർത്താവിനറിയാം സാധനം എൻ്റെ അകത്തിരിപ്പുണ്ടെന്ന് അറിയാം. അപ്പോൾ ആളെ വിട്ട് ദൈവം, നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ നിങ്ങളായിട്ട് ഒരിടവും പോകണ്ട, വന്നോളും, വരേണ്ടവർ വന്നോളും, നിങ്ങൾ അടുക്കൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളും. സ്വർഗം ഡിസൈഡ് ചെയ്യുന്നവർ മാത്രം വന്നാൽ മതി. നിങ്ങളതുപോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി, നിങ്ങളുടെ സമ്പത്തിനെതിരെ, നിങ്ങളുടെ ആരോഗ്യത്തിനെതിരെ നിങ്ങളുടെ അധികാരം ചോദിച്ച് അതിനെതിരെ നിൽക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് പറഞ്ഞ ഫൈറ്റ്, സ്പിരിച്വൽ വാർഫെയർ. നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ ആൾ വരും, നിങ്ങളുടെ സുഹൃത്തിനെ കൊണ്ടുവരും, ആരോ ഉണ്ട്. മനസ്സിലായി? ഈ പോയിന്റിൽ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ അത്ഭുതമാണ്. പിന്നെ നിങ്ങളങ്ങ് ഫലമായി മാറാൻ തുടങ്ങും, അനേകർക്ക് ആശ്വാസമായി മാറാൻ തുടങ്ങും. നിങ്ങൾ ഇറങ്ങി നിന്ന് പ്രസംഗിച്ച് വലിയ അതൊന്നും അല്ല ഈ പറയുന്ന സാധനം, അതൊന്നും അല്ല. ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങളെ ഈ ലോകത്ത് വെച്ചേക്കുന്നത്, ചിലപ്പോൾ 5 പേർക്ക് വേണ്ടി മാത്രമായിരിക്കാം, ചിലപ്പോൾ 2 പേർക്കായിരിക്കും നിങ്ങളെ വെച്ചേക്കുന്നത്. അതിലേക്ക് എത്തിക്കും ദൈവം നിങ്ങളെ. നിങ്ങളുടെ ലൈഫ് ആദ്യം സെറ്റ് ചെയ്യും ദൈവം. അതാണ് അത്ഭുതം. നിങ്ങളുടെ ലൈഫ് ക്ലിയർ ചെയ്യും ദൈവം. തോൽപ്പിച്ച് കളയത്തില്ല ദൈവം. വിളിച്ച് വിശ്വസ്തനാണ്, കൊണ്ട് നടക്കുക നിങ്ങളെ ഉള്ളം കയ്യിൽ വഹിച്ച്. എന്നിട്ട് കർത്താവിൻ്റെ പർപ്പസിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. വിട്ടുകൊടുക്കുക നിങ്ങളുടെ ലൈഫിനെ. അധികാരം ചോദിക്കണം കേട്ടോ. അശുദ്ധാത്മാക്കളുടെ മേൽ കടന്നു പോട്ടെ, അത് വിട്ടുകളയാം. 8-ാം വാക്യം, അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയും കരുത്. ഓരോ പോയിന്റ് പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർക്കാം. അവർ വഴിക്ക് വടി അല്ലാതെ ഒന്നും എടുക്കരുത്. ഇവിടെ പറയുന്നു വടി എടുക്കുക എന്ന് പറയുന്നു. നേരെ മറിച്ച് നമ്മൾ ലൂക്കോസ് സുവിശേഷം 9-ാമത്തെ വായിക്കാമോ? എവിടെയാണ് കിടക്കണേ? ലൂക്കോസ് സുവിശേഷം 9-ാമത്തെ 3-ാം വാക്യം വായിച്ച് ഇതേ സെയിം സാധനം ലൂക്കോസ് സുവിശേഷത്തിൽ വ്യത്യാസമായിട്ട് കിടപ്പുണ്ട്. ലൂക്കോസ് 9:3. വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്. മതി കണ്ടോ? അവിടെ പറയുന്നതിന് വടിയും അപ്പവും പൊക്കണവും ഒന്ന് എടുക്കരുത്. വടിയും അപ്പവും പൊക്കണവും ഒന്ന് എടുക്കരുത്. ഇവിടെ എന്ത് പറയുന്നു? വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു? വടി എടുക്കണം എന്ന് പറയുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ വടി എടുക്കരുത് എന്ന് പറയുന്നു. ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ട്. 2 ഒരേ സംഭവം, ഒരേ സ്ഥലമാണ്, ഒരേ ഇൻസിഡൻ്റാണ്, പക്ഷേ 2 ആശയമാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു. ഇത് കർത്താവ് എന്താണ് ഈ 2 സ്ഥലത്ത് 2 ആശയങ്ങൾ? ഒരിടത്ത് വടി എടുക്കാൻ പറയുന്നു, ഒരിടത്ത് വടി എടുക്കരുത്. ബാക്കിയുള്ള സാധനങ്ങളൊന്നും ബന്ധപ്പെട്ടിരുന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ സാധനം മാത്രമേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുക്കുകയും വേണം, എടുക്കാതിരിക്കുകയും വേണം. വടി എടുക്കുകയും വേണം, വടി എടുക്കാതെയും ഇരിക്കണം. അതെങ്ങനെ ശരിയാവും? അതായത് വടി 2 അർത്ഥങ്ങളാണ്. ഒന്നാമത്തെ അർത്ഥത്തിൽ നിങ്ങൾ വടി എടുക്കണം, രണ്ടാമത്തെ അർത്ഥത്തിൽ വടി എടുക്കാൻ പാടില്ല. ഒന്നാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ വടി നിങ്ങൾ എടുക്കണം. അതാണ് മോശയിലൊക്കെ നിങ്ങൾ കാണുന്നത്. മോശ കാണുന്ന അധികാരത്തിൻ്റെ ഒരു വടിയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ അശുദ്ധാത്മാക്കളുടെ മേൽ നിങ്ങൾക്ക് അധികാരം തരാൻ പറയണം. അപ്പം നിങ്ങളുടെ മേൽ ഒരു അധികാരമുണ്ട്. ഈ അധികാരം കൊണ്ട് മാത്രമേ സുവിശേഷ വിലയ്ക്ക് ഇറങ്ങാൻ പറ്റൂ, സുവിശേഷ വില ചെയ്യാൻ പറ്റൂ. ഒരാളോട് യേശുവിനെ പറ്റി പറയണമെങ്കിൽ പോലും, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, പറയണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്കൊരു അധികാരം വേണം. ഒരു അനോയിൻറ്റിങ് ഇല്ലാതെ പറ്റത്തില്ല. ആ വടിയില്ലാതെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് അടി കിട്ടും, ഗുണമുണ്ടാകത്തില്ല, ആർക്കും ഗുണമുണ്ടാകത്തില്ല. സുവിശേഷ വേലയ്ക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം എന്ന് അറിയാമോ? ചുമ്മാ ഇറങ്ങുകയാണ്. കർത്താവിന് വേണ്ടി പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു, കർത്താവിന് വേണ്ടി മിഷൻ ഫീൽഡിലേക്ക് അങ്ങ് പോകുന്നു, കർത്താവിന് വേണ്ടി എന്തോ ചെയ്യാമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്നു. വലിയ ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. ചുമ്മാ കുറേ കഷ്ടതയും ശോധനയും എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു പോയത് കർത്താവിൻ്റെ നാമം കൂടെ നാണം കെടുത്താനായിട്ട് ചുമ്മാ ഇറങ്ങുകയാണ്. പ്രിയമുള്ളവർ, അങ്ങനെയല്ല. ഞാൻ പലവട്ടം നിങ്ങൾക്ക് പ്രസംഗിച്ചു, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. യേശുവിനോടുകൂടി ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ പന്തിരുവരെ നിയമിച്ചു. ഇരുന്നിട്ടല്ലാതെ അയക്കപ്പെടില്ല. അയക്കപ്പെടാത്ത ഒരാൾ ചെയ്യാനും പാടില്ല. മനസ്സിലായോ? അപ്പോൾ വടി എന്ന് പറഞ്ഞ് ഈ അധികാരം നിങ്ങളുടെ കയ്യിൽ തരാത്തെടുത്തോളം കാലം നിങ്ങൾക്ക് ഒരാളോടും യേശുവിനെ പറ്റി പറയാനോ പറഞ്ഞാൽ ഗുണമായി മാറുകയില്ല. ആരോട് പറയണമെന്ന് ആര് നിയന്ത്രിക്കണം? ദൈവം നിയന്ത്രിക്കണം. ആ വ്യക്തിയോട് പറയാനുള്ള അധികാരം ആര് തരണം? ദൈവം തരണം. ഈ അധികാരമില്ലാതെ പുറത്തിറങ്ങാനും നിങ്ങൾക്ക് പറ്റില്ല.
അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: കർത്താവേ, നിൻ്റെ നാമമഹത്വത്തിനായിട്ട് ആരോടെങ്കിലും സത്യസന്ധമായിട്ട് യേശുവിനെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് അധികാരം നീ തരണം. അതെൻ്റെ വീട്ടിൽ എനിക്ക് പ്രവർത്തിക്കണം. ആ അധികാരത്തിൻ്റെ വടി കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കൊള്ളാം. ഈ അധികാരം കയ്യിൽ വേണം. ഈ അധികാരത്തിൻ്റെ വടിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഒന്നും ഞാൻ പോകുന്നില്ല. മോശയുടെ വടിയുണ്ട്, അഹരോൻ്റെ തളർത്ത വടിയുണ്ട്. ഇതെല്ലാം വടിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആത്മീയ അർത്ഥങ്ങൾ ഇതിനകത്തുണ്ട്. പവർ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇതിനകത്തുണ്ട്. പക്ഷേ ഈ അധികാരത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുക. രണ്ടാമത്തെ വടി എന്ന് പറയുന്നത് ഭൗതികമാണ്. അതായത് നമ്മൾ സുവിശേഷ വേല ചെയ്യുന്ന സമയത്ത് ഒരു മസിൽ പവർ ഉപയോഗിച്ചല്ല ഇത് ചെയ്യേണ്ടത്. അതായത് ഈ വടി എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയോ ഒരു കുറുക്കനോ ഒരു എന്തെങ്കിലുമൊക്കെ എടുത്ത് ചാടുന്ന സമയത്ത് അതിനെ അടിച്ചോടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ആയുധമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ വടിയെ ഒരു ഫിസിക്കൽ ആയുധമായിട്ട്, ജഡീക ആയുധമായിട്ട്, അങ്ങനെ ഒരു ആയുധം നിങ്ങൾ എടുക്കരുത്. എടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ പോകാൻ പാടില്ല. ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ പെരുക്കിയതിന് ശേഷം ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ മസിൽ പവറിൽ ചെയ്യേണ്ട സാധനമല്ല സുവിശേഷ വേല. മസിൽ പവർ അത് ജഡത്തിൻ്റെ വടി എടുക്കണം, ജഡീകമായൊരു വടി. കുറേ പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ നേടിയതിനു ശേഷം പതുക്കെ ഞാൻ വരണം കർത്താവേ, ആ സാധനത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. ലൗകികമായി എന്തോ ഒരു സാധനം കിട്ടിയതിന് ശേഷം ഞാൻ വരാം. അങ്ങനൊരു വടി എടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. ഏതോ ഒരു ലൗകിക പ്രൊട്ടക്ഷൻ കിട്ടിയിട്ട് കുറേ പണം സമ്പാദിക്കട്ടെ, അപ്പം പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, സുവിശേഷ വേലയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കുറേ സേവ് ചെയ്തിട്ടതിന് ശേഷം ഞാൻ സുവിശേഷ വേലയ്ക്ക് ആ പൈസ വച്ച് ഞാൻ പോകാം. മനസ്സിലായോ? ആ പണം നിങ്ങൾക്കൊരു വടിയായി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ പരാജയപ്പെടും. പാടില്ല. അനേകം ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇത്ര വർഷം കഴിയട്ടെ, ഇത്ര പണം കിട്ടട്ടെ, ഇത്ര രീതി ആവട്ടെ, ആരോഗ്യം വരട്ടെ, അതിനുശേഷം ഞാൻ ആ ബലത്തിൽ പോകാം, ആ പിൻബലത്തിൽ പോകാം. അങ്ങനെ ഭൗതികമായൊരു വടി നിങ്ങളുടെ കരങ്ങളെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ദൈവത്തിലുള്ള ആശ്രയത്വം പോയി വടിയിൽ ആശ്രയിക്കുന്നവരായിട്ട് നിങ്ങൾ മാറും. മനസ്സിലായോ? പണത്തിൽ ആശ്രയിക്കുന്നവരായി, ആൾബലത്തിൽ ആശ്രയിക്കുന്നവരായി, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്ന, കഴിവിൽ ആശ്രയിക്കുന്നവരായി. ആ വടി പാടില്ല. അതിനെ വിട്ടുകളയുക. എളുപ്പമല്ല ഈ സാധനം. പറഞ്ഞപ്പോൾ എളുപ്പം നിങ്ങൾക്ക് തോന്നും, പക്ഷേ എളുപ്പമല്ല. ഒന്ന് ഇരുന്ന് ചിന്തിച്ച്, ഒന്ന് മാനുഷികമായിട്ടൊന്ന് ഇത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പേടി വരും ഈ സംഗതി. കാരണം പല സന്ദർഭങ്ങൾ, പല സ്ഥലങ്ങളും നമുക്ക് അവ്യക്തമായിരിക്കും. എന്താവും ഇങ്ങനെ ചോദ്യം ഇങ്ങനെ വരും. എന്താവും ഇങ്ങനെ ഇറങ്ങിയാൽ? കണ്ണും പൂട്ടി ഇറങ്ങിക്കൊടുക്കണേ. എന്താവും ഇങ്ങനെ ഇറങ്ങിയാൽ? കർത്താവ് പറയണ പോകാൻ, അബ്രഹാമിനോട് കർത്താവ് പറയുന്നത് എല്ലാം വിട്ടങ്ങ് പൊക്കോ, ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പൊക്കോ. കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. നിങ്ങളുടെ അടുത്ത് പറയട്ടെ, പോ, കാണിക്കാൻ എനിക്ക് ദേശത്തോട്ടങ്ങ് പൊക്കോ, ഇറങ്ങി അങ്ങ് നടന്നോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും നമ്മൾ? വഴിയിൽ ഇങ്ങനെ അനാഥമായി ഒരു ആഹാരത്തിന് വകയില്ലാതായി തീരൂലേ നമ്മൾ? അപ്പം ആഹാരത്തിന് വകയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടല്ലേ പോകാൻ പറ്റൂ. അപ്പം നമ്മുടെ കയ്യിൽ എന്തോ ഒരു വടി, ഒരു സ്ട്രോങ് വടി വേണം. ശത്രുവിനെ ആക്രമിക്കാനായിരുന്നാലും ജയിക്കാനായിരുന്നാലും ഒരു പിൻബലം വേണ്ടേ എന്ന് ചിന്തിക്കും. ഒന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തേ പറ്റും. ഭൗതികമായ സപ്പോർട്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇതാണ് ഈ രണ്ട് വടിയുടെ പ്രത്യേകത. ഓക്കെ, കടന്ന് അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്. അപ്പവും പൊക്കണവും മടിശീലെ കാശും. അത് നോക്കേ, അപ്പം എന്ന് പറയുന്നത് ആഹാരത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ആഹാരത്തെപ്പറ്റി സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആഹാരത്തെപ്പറ്റി ഒരിക്കലും വറീഡാവാൻ പാടില്ല. നല്ല ഭക്ഷണം കിട്ടുമോ, ആഹാരം കഴിച്ച് കിടക്കാൻ പറ്റുമോ, പട്ടിണി കിടന്നു പോവോ, ഈ ഒരു ചിന്താഗതിയിൽ ഒരിക്കലും സുവിശേഷ വേലയ്ക്കകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഭാവിയിൽ നിങ്ങൾ എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്കകത്താക്കുന്ന സമയത്ത് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് പട്ടിണി വന്നാൽ നിങ്ങൾക്ക് ഭയപ്പെടാൻ പാടില്ല. പട്ടിണി വന്നാൽ, ദാരിദ്ര്യം വന്നാൽ ഭയപ്പെടാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് പഠിക്കുന്നത് മിഷൻ ഫീൽഡിലാണ്. ഭക്ഷണമാണ് ആദ്യമായിട്ട് എനിക്ക് അടി തന്നൊരു സാധനം. കാരണം നമ്മളൊക്കെ ചെറുപ്രായം മുതൽക്ക് തന്നെ നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ആവശ്യത്തിലുള്ള ഭക്ഷണം കഴിച്ചാണ് വളരുന്നത്. ആവശ്യത്തിലുള്ള ഭക്ഷണം ഒരു കുറവില്ലെന്ന് തന്നെ പറയാം. കുറവില്ലാതെ, നമ്മൾ കഴിക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, കുറവില്ലാതെ ഭക്ഷണം കഴിച്ചു. എല്ലാ അർത്ഥത്തിലും നമുക്കുള്ളത് നന്നായിട്ട് കഴിച്ചു വളരുകയാണ്. നേരെ മറിച്ച് നമ്മൾ മിഷൻ ഫീൽഡിൽ ചെന്നെത്തിയ സമയത്ത് വെറും ചപ്പാത്തി മാത്രം കിട്ടുന്ന ഒരു സ്റ്റേജിലെത്തുമ്പോൾ സത്യത്തിൽ ചപ്പാത്തി പൊതുവിൽ എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം കുഴപ്പമില്ല, അപ്പം ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനൊരു സാധനത്തിലേക്ക് ചെന്ന് വീഴുകയാണ്. അപ്പോൾ അത് കഴിച്ച് അത് 3 നേരവും കഴിക്കണം. അങ്ങനൊരു സ്റ്റേജിലേക്ക് വരികയാണ്. ചോറ് കഴിക്കാൻ പറ്റത്തില്ല. നോർത്ത് ഇന്ത്യയിലെ റൈസ് ബുദ്ധിമുട്ടാണ്, കറികൾ അതിനേറെ ബുദ്ധിമുട്ട്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. മീൻ നമുക്കില്ലാതെ ആ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഏറ്റവും കൂടുതൽ അടി ആദ്യം വീഴുന്നത് ഭക്ഷണത്തിലാണ്. അതായത് സന്തോഷത്തോടെ, തൃപ്തിയോടെ ഒരു നേരം പോലും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കും എന്തിന്? വിശപ്പടക്കണമല്ലോ. അതിനു വേണ്ടി ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ചവച്ചരച്ച് തിന്നും. അതാണ് സംഭവിക്കുന്നത്. അതല്ലാതെ ഒരു ദിവസം പോലും ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊന്നും സന്തോഷത്തോടെ നമ്മൾ തൃപ്തിയായിട്ടാണ് ആഹാരം കഴിക്കുന്നല്ലേ. നമ്മൾ നല്ല കറിയൊക്കെ കൂട്ടി, മീനൊക്കെ കൂട്ടി, ചിക്കനൊക്കെ കൂട്ടി ഇങ്ങനെ അടിപൊളിയായിട്ട് കഴിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് നമ്മുടെ ഉള്ളിൽ. പക്ഷേ ഈ ഒരു ദിവസം പോലും സന്തോഷത്തോടെ ആഹാരം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏകദേശം ഒരു പീരീഡ് വരെയും.
അങ്ങനെ കർത്താവ് നമ്മുടെ 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 വയറിനെ, നമ്മുടെ ഇഷ്ടത്തെ, നാവിനെന്ത് ചെയ്തു? ക്രൂസിഫൈ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ച് ഏകദേശം ഒരു പരുവപ്പെടുത്തി. പിന്നെ ശരിക്കും അവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ ഭക്ഷണത്തിൽ ഏകദേശം ക്രമം വന്നു കഴിഞ്ഞിരുന്നു. നാട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ഈ ഒരു ഫീലില്ല. പിന്നെ ഇന്നത് കിട്ടിയാലേ പറ്റൂ, അത് കഴിച്ചാലേ പറ്റൂ എന്നൊരു ഫീലേ ഇല്ലാതായി. ഇതങ്ങ് പോയി. കർത്താവ് എടുത്ത് കളയും. ഞാൻ കുറേ ഡെഡിക്കേറ്റ് ചെയ്തില്ലെന്ന് പറയില്ല, നമ്മൾ കുറേ ഡെഡിക്കേറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ടൊക്കെ. ഇനി അതിൻ്റെ പിന്നെ നടക്കത്തില്ലെന്ന്. പിന്നെ വന്ന സാമ്പത്തിക പ്രശ്നത്തിനകത്ത് വന്നപ്പോഴും കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്ന സാധനം വാങ്ങാൻ പറ്റാതെ ഞങ്ങൾ ഒരിക്കലും കടമറിക്കുകയോ ആരോട് പോയി ചോദിക്കുകയോ നാളെ തരാമെന്ന് പറയുകയോ ചെയ്തിട്ടേയില്ല. ഇന്ന് മീൻ വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ മീനില്ല, അത്ര തന്നെ. കാരണം നമ്മൾ ഏകദേശം ട്രെയിൻഡാണ് ഈ സംഭവം, ട്രെയിൻഡാണ്. മീനില്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ഇന്ന സാധനം വാങ്ങിച്ച് കഴിച്ചാലേ പറ്റൂ, ഇല്ല വേണ്ട, ഇല്ല, അത്ര തന്നെ. ഒരു ബുദ്ധിമുട്ടുമില്ല. വെറും കഞ്ഞി മാത്രം കുടിച്ച് കിടക്കേണ്ട അവസ്ഥ വന്നാലും അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അതിലങ്ങനെ പോകാൻ രീതിയിൽ ഒരു ക്രമം പറ്റുന്നു. എവിടെ പോയാലും ഒരു നേരം ആഹാരം ഇല്ലെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദൈവം നമ്മൾ ട്രെയിൻ ചെയ്യിച്ച് അതിനകത്ത് കൊണ്ടുവരികയാണ്. ഭക്ഷണത്തിൽ ആർത്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ മേൽ അയാൾ പരാജയപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് അതിനകത്ത് നിൽക്കും, മോഹം അതിനകത്ത് നിൽക്കും. അത് സാത്താൻ പ്രവേശിക്കാനൊരു കവാടമാണ് ഭക്ഷണക്കുതി. സീരിയസ്ലി. കാരണം പല രീതിയിൽ സാത്താൻ ഭക്ഷണത്തിലൂടെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാം, വയറിനെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് ഭക്ഷണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണത്തിനോട് ഒരു പ്രത്യേക മമത വച്ചുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് അപ്പം എടുക്കരുത് എന്ന് പറയുന്നത്. അത് വിട്ട് കളയണം. എന്നാൽ ഭക്ഷണം തരൂലെന്ന് ചോദിച്ചാൽ കർത്താവ് സമൃദ്ധമായിട്ട് തരുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു ഘട്ടത്തിൽ കർത്താവ് നമ്മളെ ട്രെയിൻ ചെയ്തത് ഒന്നുമില്ല കിടക്കാൻ നീ പഠിക്കും. ഇന്നും ഒരു കുഴപ്പമില്ല, സത്യമായിട്ട് ഞാൻ പറയുന്നു. ഇന്ന് പക്ഷേ ഭക്ഷണത്തിന് ഒരു കുറവുമില്ല. സത്യമായിട്ട് പറഞ്ഞു, എൻ്റെ ലൈഫ് വ്യക്തിപരമായി ഞങ്ങൾക്ക് വാങ്ങിച്ച് ഇഷ്ടമുള്ളത് കഴിക്കാം. അതല്ലാതെ തന്നെ എവിടെ പോയാലും നല്ല ഭക്ഷണമാണ്. നിങ്ങളുടെ വീടുകളിൽ വന്നാലും നല്ല ഭക്ഷണമാണ്, ഒരു കുറവില്ല. വന്ന് കഴിക്കാത്തതിൻ്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ. സമൃദ്ധമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്താലും കർത്താവ് തന്നെ കൺട്രോൾ ചെയ്യാതെ വാരിക്കൂരി തരുന്ന രീതിയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നീ കഴിക്കുക, നന്നായിട്ട് കഴിക്കുന്നു, തള്ളി തരും പോലെയാണ് ഞാൻ കഴിക്കുന്നത്. സത്യത്തിൽ വേണ്ട എന്ന് വെച്ചാൽ പോലും കർത്താവ് തരുന്ന അവസ്ഥയാണ്. പിന്നെ സമൃദ്ധമായി കർത്താവ് കരുതും, ഒരു സ്ഥലത്തും കുറവില്ലാതെ. സമയത്ത് ഇതില്ലാതെ നീ ജീവിക്കുമോ എന്നൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. നീ വിട്ടു പോകുമോ സുവിശേഷ വേല? എൻ്റെ കൂടെ നിൽക്കാതെ മാറുമോ? വെറും ചപ്പാത്തി തന്നാൽ നിനക്ക് കിടക്കാൻ പറ്റുമോ? ഒരു കഞ്ഞി മാത്രം കുടിച്ചിട്ട് നീ എൻ്റെ പിന്നാലെ നടക്കുമോ? നീ സുവിശേഷം പ്രസംഗിക്കുമോ ധൈര്യത്തോടെ? ഇതായിരുന്നു എൻ്റെ മുമ്പിലുള്ള ചോദ്യം. ആ വെറും ചപ്പാത്തി കഴിക്കുന്ന സമയത്തും സാമ്പത്തിക പ്രശ്നത്തിനകത്ത് വെറും കഞ്ഞി മാത്രം കുടിക്കുമ്പോഴും ഞാൻ പ്രസംഗിച്ച് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നൊരു ദൈവത്തെ പറ്റിയാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്നൊരു ദൈവത്തെ പറ്റിയാണ്, ദാരിദ്ര്യം മാറ്റുന്നൊരു ദൈവത്തെ പറ്റി. കാരണം വേദപുസ്തകത്തിൽ അങ്ങനെയുള്ളൂ. എൻ്റെ ലൈഫിൽ എന്തെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് വിശ്വസിക്കുന്നു, അത് തന്നെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അതെൻ്റെ ലൈഫിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. പ്രിയരെ, കർത്താവിന് വേണ്ടി നീ ഏതെങ്കിലും തരത്തിലുള്ള സഹനം എടുത്തിറങ്ങാനാണ് കർത്താവ് പറയുന്നത്. ഭക്ഷണത്തെ കൊതിച്ചിട്ട് ഇറങ്ങരുത്, എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇറങ്ങരുത്. വിട്ടുകൊടുത്ത് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കണം. എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം. ഒരു കൊതിയും വയ്ക്കാൻ പാടില്ല ഭക്ഷണത്തിൽ. മനസ്സിലായോ? ഈ ആർത്തി കർത്താവിന് ഇഷ്ടമേ അല്ല. പ്രാർത്ഥിച്ചാൽ കിട്ടും, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കിട്ടണമെങ്കിൽ കഴിക്കാം. ഈ മൈൻഡ് സെറ്റ് ആവണം. കിട്ടിയില്ലേലും സ്തോത്രം. മനസ്സിലായോ? കിട്ടിയില്ലേലും നന്ദി എന്ന മൈൻഡിലാവണം നിങ്ങൾ. അപ്പോഴേ കിട്ടും. മനസ്സിലായോ? കിട്ടുമെന്നുള്ള ചിന്തയും വരാൻ പാടില്ല. അത് ക്രമേണ പ്രാർത്ഥിച്ചും വചനം പഠിച്ചും നിങ്ങൾ എന്താവും? കിട്ടിയില്ലേലും കർത്താവേ സ്തോത്രം എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റിലെത്തും. ഭക്ഷണം, മനസ്സിലായോ? വല്ലപ്പോഴൊക്കെ ഉപവാസം എടുക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ്. പട്ടിണി കിടക്കണം, ഒരു നേരം ആഹാരം കഴിക്കാതിരിക്കാൻ, 2 നേരം ആഹാരം കഴിക്കാതിരിക്കണം. രോഗികളെ പറ്റി അല്ലാത്തവർ കഴിക്കാതിരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ക്രമേണ നിങ്ങളുടെ ലൈഫ് സെറ്റാവും. അതിനകത്ത് നിങ്ങളുടെ വയർ അതിനകത്ത് ട്രെയിൻഡായി വരും. ഭക്ഷണമില്ലേലും കുഴപ്പമില്ല. അങ്ങനെ ആവണം. അങ്ങനെ ആവാലേ നിങ്ങൾക്ക് അതിനകത്ത് അനുഗ്രഹം വരത്തുള്ളൂ, അനോയിൻറ്റിങ് വരത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിൽ നിങ്ങൾ സാത്താന് കൊതി കിടക്കുന്നു കണ്ടാൽ അവൻ ഉറപ്പായിട്ട് നിങ്ങൾ വീഴ്ത്തിയിരിക്കും എവിടെയെങ്കിലും ഇട്ട്. മനസ്സിലായോ? അതിൽ നിങ്ങൾ വീഴും. ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ അപകടകരമായ സ്ഥലത്ത് കൊണ്ടുപോകും. കൊതി പിടിച്ച് നമ്മൾ ആർത്തി പിടിച്ച് കഴിക്കും. അത് നിങ്ങൾക്ക് അറ്റാക്കാവും. സാത്താൻ നിങ്ങൾ ടെംപ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ വീഴാൻ പാടില്ല. ഭക്ഷണം നിങ്ങൾ എടുക്കാൻ പാടില്ല. നമുക്കത് വഴിയിൽ ഒന്ന് എടുക്കാം. അപ്പവും പൊക്കണം എടുക്കരുത്. പൊക്കണം എന്ന് ഉദ്ദേശിച്ചെന്ന് അറിയാമോ? ഒരു സേവിങ്സ് ആണ്. പൊക്കണം എടുത്ത് കുറേ സംഭവങ്ങൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ ശ്രമിക്കൂ. അതിനകത്ത് കുറേ സാധനങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് യാത്ര ചെയ്യുകയാണ്. ഇതെല്ലാം എനിക്ക് ഈ സുവിശേഷ വേലയ്ക്ക് അല്ലെങ്കിൽ യാത്രയ്ക്ക് ഉപകാരപ്രദമാകുന്നു. ഓവറായിട്ട് സേവിങ്സിന് വേണ്ടി ആർത്തി പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആർത്തി പിടിക്കരുത്. അത് വരട്ടെ, വന്നോട്ടെ. മൈൻഡ് സെറ്റ് അതിനകത്താവല്ല. ഒരാൾ ലോക മനുഷ്യൻ അങ്ങനെയാണ്. ലോക മനുഷ്യൻ ഒരുപാട് സേവിങ്സിന് വേണ്ടി കിടന്ന് മരിക്കുന്നവരാണ്. സേവിങ്സ് ഉണ്ടാവട്ടെ, ബാങ്ക് ബാലൻസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് 24 മണിക്കൂർ ഇതിൻ്റെ പിന്നാലെ നടക്കണം. ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹവും വരാൻ പോലില്ല.
നിങ്ങളുടെ അതിനു വേണ്ടി ആർത്തി പിടിക്കരുത്. കാരണം ആ പൊക്കണം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യം മാനോ മര്യാദയ്ക്ക് ചെയ്താൽ മാത്രം മതി. മനസ്സാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നും സേവ് ചെയ്യരുത്, ദൂർത്തടിക്കണമെന്ന് അർത്ഥത്തില്ല. ശ്രദ്ധിച്ചോളാം, ദൂർത്തടിക്കാൻ പാടില്ല. കൃത്യമായി സേവിങ്സ് അത് നിർബന്ധമാണ്. പക്ഷേ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മനസ്സ് ഉണ്ടാക്കണം, സേവ് ചെയ്യണം, ഒരുപാട് പൈസ ഉണ്ടാക്കണം, ഇങ്ങനെ ചിന്തയിൽ പോയാൽ ദൈവാനുഗ്രഹം വരത്തില്ല, കർത്താവിൻ്റെ നല്ല ശിഷ്യനായിരിക്കാനും കഴിയില്ല. ഓക്കെ, മൈൻഡ് സെറ്റിനകത്ത് സേവിങ്സ് ആർത്തി വരാതിരിക്കട്ടെ. മറ്റൊന്ന്, മടിശീലിൽ കാശ്, പണം എന്നുള്ള ചിന്ത. എപ്പോഴും പണം ഉണ്ടാക്കുക, പണം കൊണ്ട് നടക്കാം എന്നുള്ളൊരു ചിന്തയ്ക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ സുവിശേഷ വേലയ്ക്കകത്ത് ഇറങ്ങിയാൽ പരാജയപ്പെടും. പൈസ ആവശ്യമാണ്. അത് മറ്റൊരു ഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേലക്കാരൻ കൂലിക്ക് യോഗ്യനല്ലോ. പൈസ കിട്ടും, പക്ഷെ പണം നോക്കി ഇറങ്ങാൻ പാടില്ല സുവിശേഷ വേലയ്ക്കകത്ത്. കർത്താവ് പറഞ്ഞത് സൗജന്യമായി തന്നു. എവിടെയൊക്കെ പറയുന്നുണ്ട്, ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 10-ാം അധ്യായം 8 മുതൽ ഒന്ന് വായിച്ചേ. മത്തായി 10 അതിനകത്തുണ്ടോ നോക്കാം. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഒന്ന് എന്തേ? സൗജന്യമായി നിങ്ങൾ കിട്ടി, സൗജന്യമായി കൊടുപ്പിൻ. ഇത് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സുവിശേഷ വേല പൈസയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. ഒരു രോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങാൻ പറ്റുമോ? ആക്കാൻ പറ്റില്ല. ഒരു ഭൂതങ്ങളെ പുറത്താക്കിയിട്ട് ഇത്ര രൂപ തരുമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നെ കാണാൻ വരുന്നവർക്ക് ടോക്കൺ വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സംഭവിക്കുന്നുണ്ട്, ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്നു. ബിബിളിക്കലി റോങ് ആണോ? റോങ് ആണ്. ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷേ കൂലിക്ക് യോഗ്യനാണോ എന്ന് വെച്ചാൽ കൂലിക്ക് യോഗ്യനാണ്. പക്ഷേ പണം വെച്ചോണ്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇത് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ 1000 രൂപ തന്നാൽ പ്രാർത്ഥിക്കാം, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെ കാണണമെങ്കിൽ ഇത്ര രൂപ തന്നാൽ കണ്ട് സംസാരിക്കാം, അങ്ങനെ പറയാൻ പാടില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് ഇത്ര രൂപ എന്ന് പറയാൻ പാടില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഇത്ര രൂപ തരണമെന്ന് എനിക്ക് ആവശ്യപ്പെടാൻ പാടില്ല. എന്താ കാരണം? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ പെട്രോൾ ചിലവ് 1000 രൂപയാണെന്ന് വെച്ചോ, എൻ്റെ വാഹനത്തിൻ്റെ പെട്രോളിന് ചിലവ് 1000 രൂപയാണെന്ന് വെച്ചോ. അപ്പോൾ ആ 1000 രൂപ എനിക്ക് വേണ്ടേ? നിർബന്ധമായിട്ടും വേണം. എൻ്റെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ വരെ വരുന്ന സമയത്ത് എനിക്ക് 1000 രൂപ ചിലവാകും, തന്നാൽ ഞാൻ വന്ന് പ്രാർത്ഥിക്കും എന്ന് പറയാൻ എനിക്ക് അവകാശമുണ്ടോ? ഇല്ല. സുവിശേഷ വേലയ്ക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല. ആര് തരും? ദൈവം തരും. ഈ വിശ്വാസമില്ലാത്ത സുവിശേഷ വേലകൾക്കകത്ത് പരിശുദ്ധാത്മാവാണോ എന്ന് ഡൗട്ടാണ്. അതിൽ ഉറച്ച വിശ്വാസം ദൈവത്തിലാണ്. അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തമായൊരു ഡയറക്ഷൻ പരിശുദ്ധാത്മ തന്നിരിക്കണം. ഇന്ന ആളോട് ഇത്ര രൂപ നീ ചോദിച്ചോളൂ എന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടും. നോർമൽ കേസിൽ ജനറലൈസ് ചെയ്ത് കർത്താവ് പറയുന്നു, ഇത് കൂലിക്കുള്ള സാധനമേ അല്ല, എന്നാൽ വേല ചെയ്യുവാൻ കൂലിക്ക് അർഹനെന്ന് പറയുന്ന സമയത്ത് അത് സ്വർഗമാണത് ഡിസൈഡ് ചെയ്യുന്നത്. സ്വർഗമാണ് പണം പ്രൊവൈഡ്. നീ പണം എടുത്തിറങ്ങണ്ട. നീ പണം എടുത്ത് സേവ് ചെയ്യാൻ വേണ്ടി പണത്തിന് വേണ്ടി ബന്ധപ്പെടേ വേണ്ട. അത് നിങ്ങളുടെ എല്ലായിടത്തും പറയുന്നു, പണത്തിന് വേണ്ടി ബന്ധപ്പെടരുത്. നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുക, കർത്താവിൻ്റെ മകനായി നിൽക്കുക, ശിഷ്യനായി വരാൻ ആഗ്രഹിക്കുക, കർത്താവിൻ്റെ വേല എവിടെ ഏൽപ്പിക്കുന്നത് ചെയ്യാൻ തയ്യാറാവുക. നിന്റെ കൂലി സ്വർഗം തരും. ഉറപ്പാണ്, അത് ഒരുക്കിയിരിക്കും. ഉറപ്പായിട്ട് കാര്യം, ഒരിക്കലും അത് തരാതിരിക്കില്ല. ദൈവം തന്നിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയുന്നതാണ്, തന്നിരിക്കും. ഒരുപാട് പൈസ വിട്ട് കളഞ്ഞ ഒരാളാണ് ഞാൻ. കയ്യിൽ വരാമായിരുന്ന ഒരുപാട് തുകകൾ, ഇഷ്ടം പോലെ പൈസകൾ, ലക്ഷങ്ങൾ വിട്ട് കളഞ്ഞ ഒരാളാണ് ഞാൻ. അത് ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ വിടുന്നത്. ഈ ഒരു പോയിന്റിൽ കർത്താവ് വിശ്വസ്തൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് തരുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഈ പൈസ മോഹിച്ച് എനിക്ക് പോകണ്ട എന്ന് ഉറച്ച തീരുമാനം കർത്താവിൻ്റെ ഉള്ളിൽ തന്ന ബോധ്യത്തിൽ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇവൻ എൻ്റെ കൺവെൻഷൻ മെസ്സേജുകൾ, പൈസകൾ ഒന്നും ഞാൻ എടുക്കാറില്ല. കഴിഞ്ഞ 3 ദിവസം കൊട്ടാരക്കര കൺവെൻഷൻ പ്രസംഗിച്ച് വരുമ്പോഴും എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ചിലവായി. സത്യം പറഞ്ഞാൽ ഒത്തിരി പൈസ എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി. അവിടെ ആ ഒരു തുകയും ഞാൻ എടുക്കുന്നില്ല. എനിക്ക് ചിലവായത് എടുക്കാം, വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞതല്ല, ആ ചിന്ത എടുക്കാതെ നീ വിട്ട് കളഞ്ഞിട്ട്. പക്ഷെ സ്വർഗം എവിടെയോ കരുതുന്നുണ്ട്. ഒരു കുറവുമില്ലാതെ ഞാൻ ചിന്തിക്കാത്ത നിലയിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. പണത്തിന് വേണ്ടി നിങ്ങൾ ആർത്തി പിടിച്ച് ഓടല്ലേ. നിങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുക. കർത്താവ് നിൻ്റെ നാമത്തിൻ്റെ നിൽക്കാൻ നീ എന്നെ വിളിച്ചോ, ഞാൻ ഇറങ്ങാൻ തയ്യാറാണ്. നീ എന്താണ് എന്നെ ഏൽപ്പിക്കുന്നത് അത് ഞാൻ ചെയ്തോളാം എന്ന് മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. പണം ഉണ്ടാക്കി പോകാൻ ശ്രമിക്കേണ്ട, അത് താനേ വന്നോളും. പണത്തിൽ ആർത്തി പാടില്ല. നിങ്ങൾ എല്ലായിടത്തും ഞാൻ പറയുന്നു, പൈസ ഇല്ലാത്തവർ, ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആൾക്കാർ, ടെൻഷനിൽ കിടക്കുന്ന ആൾക്കാർ, കടഭാരത്തിൽ കിടക്കുന്ന പൈസയ്ക്ക് ആർത്തി വയ്ക്കല്ലേ. കഷ്ടത്തിൽ കിടക്കുമ്പോഴാണ് ഇത് ട്രെയിൻഡ് ആവേണ്ടത്, അല്ലാതെ പണം ഉള്ളപ്പോഴല്ല. ഇല്ലാത്തപ്പോൾ നിൻ്റെ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യണം. കടഭാരത്തിൽ കിടക്കുമ്പോൾ മൈൻഡ് സെറ്റ് ക്ലിയർ ചെയ്യണം. കർത്താവേ, ഞാൻ ബാധ്യതയിൽ കിടക്കുമ്പോഴും നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിന്നെ മഹത്വപ്പെടുന്നു, നീ പറയുന്ന അനുസരിക്കുന്നു. പട്ടിണി കിടന്നാൽ ഞാൻ പൈസയ്ക്ക് വേണ്ടി അനാവശ്യമേ ആർത്തി കാണിക്കില്ല. നീ ഏൽപ്പിച്ചതേ ഞാൻ ചെയ്യൂ
എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തിലും പ്രാർത്ഥനയിലും സുവിശേഷത്തിലും നിൽക്കാമെങ്കിൽ കൂലി സ്വർഗം തരും. കൂലി തരാനുള്ള യോഗ്യത കാണിക്കണം ആദ്യം. മനസ്സിലായോ? കൂലി ആര് തരാൻ? സ്വർഗം തരണം. ഒരാൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നെന്ന് വെച്ചോ, ഞാൻ 1 മണിക്കൂർ ആ വ്യക്തിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു. 1 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. ഇത് ആര് കണക്കിടും? സ്വർഗം കണക്കിടും ആ 1 മണിക്കൂർ. മനസ്സിലായോ? ഞാൻ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, 1 മണിക്കൂർ ഞാൻ ഇവരുടെ മുമ്പിലിരുന്ന് 1 രൂപ പോലും തന്നില്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ എങ്ങനെ ചിന്തിക്കാം, എൻ്റെ 1 മണിക്കൂർ വിലയില്ലേ? എൻ്റെ 1 മണിക്കൂർ വിലയുണ്ട്. എൻ്റെ നാക്കിന് വിലയില്ലേ? വിലയുണ്ട്. എൻ്റെ ശബ്ദത്തിന് വിലയില്ലേ? വിലയുണ്ട്. എൻ്റെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വിലയില്ലേ? വിലയുണ്ട്. തമാശയാണ്, കളിയും തമാശയൊന്നുമല്ല. എത്ര മണിക്കൂറെന്നല്ല ചില ആൾക്കാർക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാം. പക്ഷേ എൻ്റെ കൂലി അതല്ല. മനസ്സിലായോ? ആ 1 മണിക്കൂർ സമയത്ത് ഒരാൾ എൻ്റെ വീട്ടിൽ വന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് 1000 രൂപ തന്നിട്ട് പോണേക്കാൾ എത്ര ഇരട്ടി സ്വർഗം കൂലിയായിട്ട് ഇടും. ഇതാണ് സുവിശേഷ വേലയ്ക്കകത്തുള്ള വിശ്വാസം. 1000 ലക്ഷങ്ങളാക്കി മാറ്റാൻ എത്ര സമയം വേണം ദൈവത്തിന്? തുടക്കം മുതൽ കർത്താവ് എനിക്ക് തന്ന ട്രെയിനിങ് ആണ് ഈ കേസ്. പണം നിൻ്റെ ശ്രദ്ധയിൽ വരാൻ പാടില്ല, കൂലി തരുന്നൊരു ദൈവം. നിങ്ങളുടെ ലൈഫ് ക്രിസ്ത്യാനിയാണോ നീ? ശിഷ്യത്വത്തിൻ്റെ ആത്മാവുള്ളവരാണോ നിങ്ങൾ ബന്ധപ്പെടരുത് ഒന്നിനെക്കുറിച്ചും. പക്ഷേ കർത്താവ് പറയുന്ന അനുസരിപ്പാനുള്ള ബന്ധപ്പാടുണ്ടാവണം. കൂലിക്ക് യോഗ്യനാവണം നിങ്ങൾ. മനസ്സിലായോ? അതായത് ഒരു വേല ചെയ്യണം നീ, കർത്താവ് പറയുന്നതിൽ അനുസരിച്ച് കാണിക്കുക, അപ്പം കൂലി വരും. അത് എന്ത് കാര്യം ആയിക്കൊള്ളട്ടെ. സീരിയസ്ലി ഞാൻ പറഞ്ഞു, നിങ്ങൾ ദശാംശം മാറ്റുന്നത് പോലും, ദശാംശം, എൻ്റെ ലൈഫിൻ്റെ ദശാംശം ആദ്യം മാറ്റുന്നത് വെച്ചാൽ ചങ്ക് പറിച്ച് കൊടുക്കും പോലെയാണ്. കാരണം ഇല്ലായ്മ എടുത്ത് കൊടുക്കുകയാണ്. ഇല്ലായ്മ കൊടുക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാൻ പൈസ വേണ്ടേ? ആ രീതിയിലാണ്. അപ്പോൾ ആ ദശാംശം ഒരു 10,000 രൂപ കിട്ടിയാൽ 1000 രൂപ മാറ്റുമ്പോൾ ബാക്കി 9,000 രൂപ ഉള്ളൂ. ഈ 1000 രൂപ പോയി കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. ആ 1000 രൂപയുടെ പ്രതിഫലം എന്ന് പറയുന്നത് ചിലപ്പോൾ 10,000-ങ്ങളായിരിക്കും സ്വർഗം വിടുന്നത്. അതൊരു കൂലിയായിട്ട് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? ദൈവം അത് കണക്കിടും. നിങ്ങൾ ചെയ്യുന്നത് ഒരു സുവിശേഷ വേലയാണ്. കാരണം 1000 രൂപ ദൈവവേലയ്ക്കാണ് മാറ്റുന്നത്. ഒരു സുവിശേഷ വേലയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണത്. അതിൻ്റെ പ്രതിഫലം സ്വർഗം ഒരുക്കും. ഓരോ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത്, യേശുവിന് വേണ്ടി നിങ്ങൾ മുട്ടുകുത്തി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നു എന്ന് വെച്ചോ. ഞാൻ നേരത്തെ അച്ഛൻ്റെ കേസ് പറഞ്ഞില്ലേ, എത്ര ലക്ഷം രൂപ അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ മുടക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ജീവൻ കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ തന്നെ എത്ര 1000 കൊടുത്താൽ, എത്ര ലക്ഷങ്ങൾ കൊടുത്താൽ ഒരു പക്ഷേ ആ കുഞ്ഞ് രക്ഷപ്പെട്ട് വരും. രക്ഷപ്പെടുത്താൻ എത്ര കോടി കൊടുക്കേണ്ടി വരും ചില സന്ദർഭം, ചില ഹോസ്പിറ്റലുകളിലേക്ക്. നിങ്ങൾക്ക് വിലയുണ്ടോ ഇതിനൊക്കെ? എന്താണ് നിങ്ങളുടെ വില? ആ അച്ഛൻ രാത്രിയാമങ്ങളിൽ എനിക്ക് വേണ്ടി, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഞാൻ ചെയ്യുന്ന പ്രസംഗം എൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം കൊടുത്തൊരു ടൈം. മനസ്സിലായോ? ആ വില ആരും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊന്നും. അജയനോട് സാക്ഷ്യം പറഞ്ഞോളണം അച്ഛൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്, പറയണമെന്ന് ദൈവം അദ്ദേഹത്തിന് ആലോചന കൊടുത്തു. അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ വില 1 മണിക്കൂർ ആവട്ടെ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് 4 മണി മുതൽ 8:15 വരെ ആണ് അദ്ദേഹം പ്രാർത്ഥിച്ച സമയം. വൈകുന്നേരം 4 മണി മുതൽ 8:15 വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 8:15 സമയത്ത് അച്ഛനോട് ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് പൊക്കോളം പറഞ്ഞു, നിൻ്റെ പ്രയർ ലൈഫിലേക്ക് പോകാൻ പറഞ്ഞു, പേഴ്സണൽ ലൈഫിലേക്ക് പോകാൻ പറഞ്ഞു. കാരണം 8:15 ഞാൻ പ്രസംഗിക്കാൻ മൈക്ക് എടുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ടൈം. അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തു. അതിനൊരു വിലയുണ്ട്. ആ വില സ്വർഗം കണക്കിട്ടു. സാത്താൻ്റെ ഒരു അറ്റാക്കിൽ നിന്നും ഫ്രീ ആയിട്ട് രക്ഷപ്പെടുത്തി. ലക്ഷങ്ങൾ പോകാമായിരുന്നു അവിടെ വെച്ച്. മനസ്സിലായോ? ലൈഫ് തകർന്നു പോകാമാവാം. എന്തുകൊണ്ട് സംഭവിക്കാമല്ലോ? സ്വർഗം വിലയിട്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. മനസ്സിലായോ? ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറയും, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ആരും അറിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊന്നും, ചിലപ്പോൾ ഞാനും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ 10 മിനിറ്റ് സമയം കൊടുത്തത്, 1 മണിക്കൂർ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി. ഞാൻ പലപ്പോഴും കൺവെൻഷൻ മെസ്സേജുകൾ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിനകത്തിടും. ഒരു 7:30-8 മണിക്ക് നമ്മൾ പ്രസംഗം തുടങ്ങും. പലരും അതേ ടൈമിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതേ ടൈമിൽ ഒരു വിലയുണ്ട്. വേല ചെയ്യുന്നവൻ കൂലിക്കർഹൻ. അതൊരു വേലയാണ്. കാരണം അത്രയും പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. ശുശ്രൂഷയ്ക്കകത്ത് കർത്താവിന് ആവശ്യമാണ്. അതിനൊരു വിലയുണ്ട് പ്രിയമുള്ളവരെ. അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗം തന്നിരിക്കും. നിങ്ങൾ പണത്തിൻ്റെ പിറകെ ഓടേണ്ടെന്ന്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും, ശിഷ്യത്വത്തിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരട്ടെ. എന്നും സ്വാർത്ഥരാവല്ലേ. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ പൈസ, പ്രാർത്ഥിക്കുന്ന സുവിശേഷ വേലയ്ക്ക് അറ്റ്ലീസ്റ്റ് ഇരുന്ന് കർത്താവ് തരും. ഇത് വിശ്വസിക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് പ്രതിഫലം തരും. ഞാൻ ഇരിക്കും, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും, പുതിയ സുവിശേഷ വേലക്കാർ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കും, പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ് തീരുമാനം എടുക്ക്. 24 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ. കർത്താവിൻ്റെ വേല ചെയ്യും. കർത്താവ് അത്ഭുതം ചെയ്യും. കൂലി നിങ്ങൾ പണത്തിന് വേണ്ടിയല്ല, സ്വർഗം നിങ്ങൾക്ക് ഇട്ട് തരും. അത് കഴിഞ്ഞ് പറയുന്നു, കാശും അരുത്, ചെരുപ്പിട്ട് കൊള്ളാം. ചെരുപ്പ് ഇടാൻ പറഞ്ഞൊരു സാധനമാണ് ചെരുപ്പിട്ട് കൊള്ളാം. അതിനകത്ത് കാലിനൊരു ബലമുണ്ട് സുവിശേഷ വേലയ്ക്കകത്ത്. അതാണ് പാമ്പുകളെയും തേളുകളെയും
ശത്രുവിൻ്റെ സകലബലത്തെ ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്ന് പറയുന്ന സംഭവമുണ്ട്. സുവിശേഷമാകുന്ന പാദരക്ഷ എന്ന് കർത്താവ് വേദപുസ്തകത്തിന് പൗലൂസ് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആർമേഴ്സ്, നമ്മുടെ ആത്മീയമായ ചില വസ്ത്രങ്ങളും ചില ആയുധങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് കവചങ്ങളൊക്കെ ഉണ്ട്. രക്ഷ എന്ന ശിരസ്ത്രം, നീതി എന്ന കവചം, സത്യമെന്ന അരക്കച്ച, സുവിശേഷമാകുന്ന പാദരക്ഷ, ഇങ്ങനെ പറയുന്നു. അതിൽ കാലിൽ ചെരുപ്പിടണമെന്ന് പറയുന്നത് അതാണ്. ആ ശക്തി നിങ്ങളുടെ കാലുകളിൽ വരണം. സുവിശേഷമാകുന്ന പാദരക്ഷയാണ്. കൃത്യമായി സുവിശേഷത്തിന് വേണ്ടി താല്പര്യമുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിർബന്ധമായിട്ട് സുവിശേഷം പഠിച്ചിരിക്കുക. അതായത് യേശുവിനെ പറ്റിയുള്ള സുവിശേഷം നിങ്ങളുടെ തലയ്ക്കകത്ത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതെടുക്കാത്തൊരു മനുഷ്യൻ സുവിശേഷ വേല ആരോടും യേശുവിനെ പറ്റി പറയാൻ പാടില്ല. ആ കാലിന് ബലം വരുന്നത് യേശുവിൻ്റെ ശക്തിയാണ്. യേശുവിൻ്റെ സുവിശേഷീകരണം ഒരു ഉള്ളിലുള്ളതാണ്. നമ്മൾ നാമധേയ ക്രിസ്ത്യാനി പലപ്പോഴും ഈ സത്യം ഉള്ളിലില്ല എന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ പറയും, നമ്മൾ ചെറുപ്പം മുതലേ നഴ്സറി ക്ലാസ് മുതലേ പള്ളിക്കകത്തിരുന്ന് സൺഡേ സ്കൂൾ പഠിച്ചതിൻ്റെ കുറേ കഥകൾ നമ്മുടെ ഉള്ളിൽ കാണും. മനസ്സിലായോ? കഥകൾ ഉള്ളിൽ കാണും. പക്ഷേ സുവിശേഷത്തിന് വെളിച്ചം കാണണമെന്നില്ല, ആ പ്രകാശം കാണണമെന്നില്ല. സുവിശേഷമാകുന്ന പാദരക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു പവറാണ്, അതൊരു അധികാരമാണ്, അതൊരു ശക്തിയാണ്. അതിനെ ചവിട്ടുവാൻ, ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള ഒരു അധികാരമാണ്. അത് നിങ്ങളുടെ കാലുകൾ വരണമെങ്കിൽ സത്യസന്ധമായി സുവിശേഷം നിങ്ങൾ എടുക്കണം. നിങ്ങളകത്ത് അതിന് നിരന്തരം വചനം കേട്ട് അതിനകത്ത് വിശ്വസിച്ച് അതിന് ലൈഫിലാക്കി എടുക്കുമ്പോൾ ഈ പാദരക്ഷ നിങ്ങൾക്ക് കിട്ടും. ആ പാദരക്ഷ ചവിട്ടി മെതിച്ച് ശത്രുവിനെ തകർത്തുകൊണ്ട് മുമ്പിലേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ വീണു പോകും, ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വീടുകളിലൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബലം കിട്ടാതെ വരും. പ്രാർത്ഥിച്ച് നിങ്ങൾ വീണ് പോകുന്നു. ഉപവാസം എടുക്കുന്ന സമയത്ത് തകർന്നു പോകുന്നു. പ്രാർത്ഥിച്ച് കയറാൻ പറ്റുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പിന്നെ താടക്കണം. എന്നറിയാമോ? സുവിശേഷത്തിൻ്റെ ബലമകത്തില്ല. ശത്രുവിനെ ചവിട്ടാനുള്ള പവർ നമ്മുടെ കാലുകളിലില്ല. അത് തരാൻ ദൈവത്തോട് പറയണം. അത് പ്രാർത്ഥിക്കണം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം തരണേ കർത്താവേ. കാലുകൾക്ക് ബലം തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് വേണം കേട്ടോ. പാദരക്ഷ നിങ്ങൾക്ക് വേണം. വിശദീകരിക്കണ്ടല്ലോ. അടുത്ത് ചെരുപ്പ് ഇട്ട് കൊള്ളുക. 2 വസ്ത്രം ധരിക്കരുത്. വസ്ത്രത്തെ പറ്റി ആർത്തി പാടില്ല. മറ്റൊരു കേസ് അതാണ്. പല ആൾക്കാർ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ഫാഷനുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. എപ്പോഴും ഇതിനകത്തൊരു ആർത്തി കാണും. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിനകത്തെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ലോകത്തിൻ്റെ ഒന്നിനോട് ആർത്തി ഇല്ലാതാക്കുന്നു ദൈവം. ഭക്ഷണത്തോട് ആർത്തിയില്ല, പണത്തോട് ആർത്തിയില്ല, വസ്ത്രത്തോട് ആർത്തിയില്ല. കണ്ടോ, ഇതെല്ലാം മാറിയാലേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാവും. ഇതെല്ലാം മാറണം. കർത്താവ് എല്ലാം തരുമെന്ന് പറയുന്ന പോയിന്റ് നിന്നുകൊണ്ട് ആർത്തി അത് വിശ്വസിക്കരുത്. കർത്താവ് എല്ലാം തരില്ലെന്നല്ല, പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ചേഞ്ച് വന്നേ പറ്റൂ. നല്ല വസ്ത്രമില്ലെങ്കിൽ ഇതിൽ കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയാനുള്ളൊരു ആർജവം വരണം. ഞങ്ങളുടെ ലൈഫിനകത്ത് അങ്ങനെ കുറേ കാലം ഉണ്ടായി. ഒരു വസ്ത്രം വാങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഞങ്ങൾക്കുണ്ട്. ഒരു പുതിയ വസ്ത്രം വാങ്ങാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞിന് വാങ്ങാൻ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കുറേ നാളുണ്ടായി. അപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് കർത്താവ് ക്ലിയർ ആക്കുകയാണ്. നീ പേടിച്ചു പോവല്ലേ, സുവിശേഷം പറഞ്ഞു. ഒരു സമയത്ത് പോലും ഒരു തരുമ്പ് പോലെ എൻ്റെ ഹൃദയത്തിനകത്തൊരു പെയിൻ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ഇല്ലായ്മയുടെ വന്ന് കർത്താവ് ഒരു ബലം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും സുവിശേഷം പറയാൻ. എന്തോ എനിക്ക് എൻ്റെ ഫോക്കസ് മുഴുവൻ ഇതിനകത്തായിരുന്നു. ഈ പ്രസംഗങ്ങൾക്കകത്തായിരുന്നു, മിനിസ്ട്രിക്കകത്ത് എങ്ങനെയോ തള്ളി നിൽക്കുകയാണ് ഞാൻ. അതിനകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ഇല്ലായ്മകൾ കണ്ടിങ്ങനെ അയ്യോ ഇല്ലല്ലോ അങ്ങനെ വരാതെ മറ്റൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരുന്നു. വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം കേൾക്കുക, വചനം പഠിക്കുക, വിശുദ്ധ ജീവിതം ഉണ്ടാക്കുക. അതെങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതിൽ തന്നെ ഇങ്ങനെ മിക്സായി നിൽക്കും എപ്പോഴും. അതായിരുന്നു ഇതിൻ്റെ ട്രാക്ക്. അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് വസ്ത്രമില്ലാതെ വരുമ്പോൾ വസ്ത്രം ഇല്ലല്ലോ, വസ്ത്രം അങ്ങനെ നോക്കല്ലേ, ഇവിടെ നിൽക്കുക. വചനത്തിൽ വചനം, പ്രസംഗം, വചനം, വിശുദ്ധ ജീവിതം എങ്ങനെ ആവണം, എങ്ങനെ നന്നാവണം, എങ്ങനെ ഇതിൽ തന്നെ നിൽക്കണം, മിക്സായി നിൽക്കണം. ഇവിടെ ഇങ്ങോട്ട് ചാടരുത്. മനസ്സിലായി? വസ്ത്രമില്ലാതാവുമ്പോൾ സ്തോത്രം. പുതുവസ്ത്രം വാങ്ങാൻ പറ്റത്തില്ല. ക്രിസ്മസിന് പുതിയ വസ്ത്രം വാങ്ങാൻ പൈസയില്ല. മറ്റുള്ളവരെല്ലാം നല്ല വസ്ത്രമൊക്കെ ഇടുന്നു, പുതു വസ്ത്രമൊക്കെ ഇടുന്നു. എനിക്ക് മാത്രമല്ല. സ്തോത്രം കർത്താവേ, നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നന്ദി കർത്താവേ. ഇല്ലായ്മയിൽ ഞാൻ നിന്നെ സ്തുതിക്കാൻ ഒരു അവസരം തന്നതിന് സ്തോത്രം കർത്താവേ എന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാകുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. മനസ്സിലാവുന്നു? വസ്ത്രത്തിൽ ഒരിക്കലും ആർത്തി വരരുത്. പ്രത്യേകിച്ച് ഫാഷൻ, ഇതൊന്നും കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഓവർ ഫാഷനുകൾ കാര്യങ്ങളൊന്നും കർത്താവിന് ഇഷ്ടമുള്ളതല്ല. നീറ്റ് ഡ്രസ്സിങ് ആയിരിക്കണം. ഡ്രസ്സിനെ പറ്റി നമുക്ക് പിന്നീട് എപ്പോഴും നമുക്ക് പഠിക്കാം. ശ്രദ്ധിച്ചുള്ള വസ്ത്രം അങ്ങനെ ആർത്തി കാണിക്കാൻ പാടില്ല എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. സുവിശേഷ വേലയ്ക്ക് ഇവരെ അയക്കുകയാണ്. ഇവർ അയച്ചു കഴിഞ്ഞ സമയത്ത് അപ്പോൾ ഇവരിങ്ങനെ പോണ സമയത്ത് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അവർ അവസരം കിട്ടും. അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. എല്ലായിടവും ഇവർക്ക് അവസരം കിട്ടില്ല. ഒരു വീട്ടിൽ ചിലപ്പോൾ അവസരം കിട്ടിയെന്നിരിക്കാം പേരൊന്ന് പറയാൻ. യാത്ര ഇത്രയും ചെയ്തു വരുന്നതാണ്. ഈ യാത്രയ്ക്കകത്ത് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഒരു വീട്ടിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആദ്യത്തെ സമ്മാനം ഒരു ഗ്ലാസ് വെള്ളമാണ്. മനസ്സിലായോ? ഒരു ഗ്ലാസ് വെള്ളം അവർ കൊടുക്കും. അത് കുടിച്ചോളൂ.
അത് വാങ്ങിച്ചു കൂടി. അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോലും. അത്ര പ്രധാനമാണ് ഒരു ഗ്ലാസ് വെള്ളം അവർക്ക്. അത്രയും നടന്നും ക്ഷീണിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയിരിക്കും, താമസിക്കാനൊരു സൗകര്യം അവിടെ കിട്ടിയിരിക്കും. അവിടെ അടങ്ങി പാർക്കുക. അതായത് ദൈവം ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന നിർത്തുന്ന ചില സ്ഥലങ്ങൾ കാണും. നിർത്തുന്ന ചില സ്ഥലങ്ങൾ അവിടെ നിന്ന് മാന്യമായിട്ട് ആ ശുശ്രൂഷ അവിടെ ചെയ്യണം. അത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതാണ് അവിടെ പാർപ്പിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബുദ്ധിയിലല്ല ഈ മിനിസ്ട്രി പോകുന്നത്. ഞാൻ പലവർത്തി പറഞ്ഞു, നിങ്ങളുടെ അടുക്കലേക്ക് വരേണ്ട വ്യക്തികൾ ദൈവം വരുത്തുന്നതാണ്. നിങ്ങൾ പോകേണ്ട വീടുകൾ ദൈവം ഒരുക്കുന്നതാണ്. കർത്താവ് എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിൻ്റെ മിനിസ്ട്രി നിൻ്റെ ഇഷ്ടത്തിന് തോന്നുമ്പോൾ ഇറങ്ങരുത്, ഇറങ്ങി ചെയ്യാൻ പാടില്ല. ഞാൻ അയക്കുന്നിടത്ത് മാത്രം, ഞാൻ അയക്കുന്ന വ്യക്തികൾ മാത്രം, ഞാൻ അയക്കുന്ന സഭകളിൽ മാത്രം. ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ആൾക്കാർ കൂടുതൽ തരണമെന്നോ, എനിക്ക് ഒരുപാട് സഭയിൽ പള്ളി പ്രസംഗിക്കാൻ അവസരം തരണമെന്നോ, ആർക്ക് ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാൻ സാഹചര്യം പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. ഞാൻ പ്രാർത്ഥിക്കാറേ ഇല്ല. കാരണം കർത്താവ് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രം കൊണ്ടുപോകണമേ, നിനക്ക് ആഗ്രഹമുള്ള വ്യക്തി മാത്രം ഞാനുമായിട്ട് കണക്ട് ചെയ്യണമേ, നിനക്ക് ഇഷ്ടമുള്ള സഭയിൽ മാത്രം ഞാൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ അയക്കണമേ, ഇത് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരിക്കലും ഒരു ആർത്തിയോ ഒരു സംഭവം വേണമെന്ന് ഞാൻ സുവിശേഷ വിലയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. കർത്താവ് അയക്കുന്ന ഇടം. ചില മിനിസ്ട്രികളിൽ ചില സ്ഥലം, ഇപ്പോൾ എനിക്കറിയാം, ചില ആൾക്കാർ വീടുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കർത്താവ് എനിക്ക് ബോധ്യം തരുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കൂ. ചില കേസുകളിൽ അങ്ങനെ പറയും, കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുമോ, ആ വ്യക്തിയുടെ ഇന്ന പ്രശ്നം കംപ്ലീറ്റ് സോൾവ് ചെയ്ത് കൊടുക്കൂ, അവർ കുടുംബം കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അത് ഒരു മിനിസ്ട്രിയാണ്. അത് ഒരാൾ ചെറുതല്ല. ഇതാണ് യേശുവിൻ്റെ മിനിസ്ട്രി പ്രത്യേകത. കർത്താവിൻ്റെ സ്നേഹം എന്ന് വെച്ചാൽ ഒരാൾക്ക് വിലയുണ്ട്. 100 ആടുണ്ട്, ഒരെണ്ണം പോയി 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയി എന്നിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അത് ഒരാൾക്കുള്ള വില വലുതാണ്. ഈ സുവിശേഷ വില നിങ്ങൾ കാണാം. അത് നിങ്ങളുടെ ലൈഫിനകത്ത് നിങ്ങളുടെ കുടുംബജീവിതം നയിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ പോലീസാവാം, നിങ്ങൾ ചില അധ്യാപകരാവാം, നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറാവാം, നിങ്ങൾ മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാവാം. നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടക്കാനോ ചിലപ്പോൾ അങ്ങനെ ഒന്നും കാണത്തില്ല. പക്ഷേ ഏത് ഒരാളെ, മനസ്സിലായോ, ഒരാളിൽ ഒരു മിനിസ്ട്രി നിങ്ങൾക്ക് കാണും. നിങ്ങളുടെ കൂട്ടുകാരിയിലാവാം, നിങ്ങളുടെ കൂടെ നടക്കുന്ന ജോലി ചെയ്ത് നിങ്ങളോട് നിൽക്കുന്ന ഒരു സഹോദരിയിലാവാം. നിങ്ങൾക്കൊരു കണക്ഷൻ വിട്ടു തരുമെങ്കിൽ നിങ്ങൾ അതിൽ ശ്രദ്ധ കൊടുത്ത് നിൽക്കുക. മനസ്സിലായോ? ആ വ്യക്തി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നുവെങ്കിൽ നിങ്ങൾ പിന്നെ അടുത്ത ആളിലേക്ക് ചാടാൻ ശ്രമിക്കുകയല്ല. അവിടെ നിന്ന് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷ പറഞ്ഞു കൊടുത്ത് ഉപദേശം കൊടുത്ത് വചനം പറഞ്ഞു കൊടുത്ത് ആ ട്രാക്ക് ക്ലിയറാക്കി തരും ദൈവം. ആ വ്യക്തി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. അത് ആത്മാർത്ഥത കാണിക്കണം. അവിടെ സീരിയസ്ലി ആത്മാർത്ഥത കാണിക്കണം. ഈ വ്യക്തി കർത്താവ് രക്ഷ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ അവർക്ക് എടുപ്പോയത് പ്രാർത്ഥിച്ച് ഇവരോട്, അത് അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരനാകും. ഇവിടെ നിർത്തിയാൽ, ഒരു വ്യക്തിയിൽ നിർത്തിയാൽ അവിടെ നിൽക്കണം. മനസ്സിലായോ? നിങ്ങൾ ലൈഫിൽ ചിലപ്പോൾ ഒരാളെ കാണും, ഒരാളോടെ സുവിശേഷം പറയേണ്ടി വരത്തുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് തീരുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിക്കുകയാണത്. അത് തീരുന്നത് അവരിൽ വിശ്വസ്തത കാണിക്കണം. നിങ്ങൾ ആത്മാർത്ഥത കാണിക്കണം. ആ വ്യക്തിയിൽ 10 എണ്ണത്തിന് നേടാമെന്ന് പറഞ്ഞ് ചാടരുത്. മനസ്സിലായോ? ഇവിടെ ഒന്ന് എങ്കിലും അപ്പുറത്ത് വരുന്നതിന് തൂക്കിയെടുക്കുക. അപ്പോൾ 2 കിട്ടുമല്ലോ, ഒരാത്മാവിനെ കൂടെ നേടാം. ചുമ്മാണ് ഈ ആത്മാവിനെ നേടാൻ പോണതൊക്കെ. അങ്ങനെയൊന്നും നേടാനൊന്നും പറ്റത്തില്ല. അത് പരിശുദ്ധാത്മ നയിക്കാതെ ഒരു ആത്മാവിനെ നിങ്ങൾക്കാർക്ക് നേടാനും പറ്റത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. മിനിസ്ട്രിയിലുണ്ടാകും പരാജയതാണ്. ചുമ്മാ ഇറങ്ങണം ആൾക്കാർ. അവിടെ എവിടെയും പോയി ആൾക്കാർ നേടാം, ആത്മാക്കളെ നേടാമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് പരിശുദ്ധാത്മാവാണ്. എനിക്ക് ചിലപ്പോൾ 100 എണ്ണത്തിന് എനിക്ക് തന്നേക്കുന്നത്. എനിക്ക് 100 നടക്കത്തുള്ളൂ, അത്ര തന്നെ. 150 ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നിങ്ങൾ ഒരാൾ അത്രേ ഉള്ളൂ, 2 പേര് അത്രേ കാണത്തുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളാവാം, സുഹൃത്താവാം, നിങ്ങളുടെ സഹോദരനാവാം, സഹോദരിയാവാം, ആരെങ്കിലും ആവാം. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ. വിശ്വസ്തയോടെ അവിടെ നിൽക്കണം. ആ ഒരാളിൽ ലോകം അറിയത്തില്ല, ചിലപ്പോൾ അവിടെ നിൽക്കണം. എവിടെയാണോ നിർത്തുന്നത്, എന്നെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് അവിടെ നിൽക്കണം. തുള്ളി ചാടാതെ. ഞാൻ മനസ്സിലായോ? നാട്ടുകാരെ നോക്കി അവരിങ്ങനെ മിനിസ്ട്രി ചെയ്യുന്നു, ഇവർ മിനിസ്ട്രി ചെയ്യും, അങ്ങനെ ചാടാമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പാടില്ല. അവിടെ നിൽക്കി. ദൈവം എന്നെ ഇതിലും വളർത്തുമായിരിക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അവിടെ കർത്താവ് പതുക്കെ നമ്മൾ മാറ്റുന്നതനുസരിച്ച് ആ വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകേണ്ട സമയത്ത് മാറ്റും ദൈവം. അടുത്ത മിനിസ്ട്രിയിലേക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോകേണ്ട സമയത്ത് നിങ്ങൾ മാറ്റിക്കോളും. എവിടെയാണോ നിർത്തുന്നത് അവിടെ ഇരിക്കുക. അവിടെ എന്തുണ്ട്? നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. മനസ്സിലായോ? ആ വ്യക്തിയോട് നിങ്ങൾ സുവിശേഷം പറയാനൊരു പ്രൊട്ടക്ഷനുണ്ട്. പരിശുദ്ധാത്മാവ് കാവലായിരിക്കും. നിങ്ങൾ നേരെ മറിച്ച് സ്വന്തമായിട്ട് ചാടിയാൽ അത് കിട്ടത്തില്ല. ആരാണോ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കവറിങ്. ആ വീട്ടിനകത്ത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. എന്തിനാണ്? അവിടെ പ്രൊട്ടക്ഷനുണ്ട്. 11 ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവൻ. ഒരിക്കലും നമ്മൾ ഒരാളുടെ സുവിശേഷം പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല, അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു വിഷമവും വരാൻ പാടില്ല.
നമ്മളെ മിനിസ്ട്രി സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. കാരണം ചില ആൾക്കാരോട് നമ്മൾ പറയും, ഉപദേശങ്ങളൊക്കെ പറയും, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ പറഞ്ഞു പറയുമ്പോൾ ഒരു മൈൻഡും ഇല്ല. പിന്നെ എന്നുള്ള നിലയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഭാരം തോന്നും. കാരണം ഈ പോയിൻ്റ് അവരെടുത്തവർ രക്ഷപ്പെടുന്നുള്ള ഉറപ്പാണ്, അനുസരിച്ച് രക്ഷപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ ഇത്രയും സ്ട്രെയിൻ ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ ഉപദേശം കൊടുത്തിട്ടും മൈൻഡില്ല, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരു വിഷമം വരും, ഒരു ഭാരം വരും. പക്ഷേ കർത്താവ് ശുശ്രൂഷയ്ക്കകത്ത് പറയുന്നൊരു കാര്യം, ഭാരം അങ്ങനെ വരണ്ട. അങ്ങനെ ഭാരം അങ്ങനെ വേറെ ഭാരമുണ്ട് സുവിശേഷ വേലയ്ക്കകത്ത്. പക്ഷേ ഇവരെന്നെ അനുസരിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ ഭാരപ്പെട്ട പൊടിയും തട്ടിയിട്ട് അങ്ങ് പൊക്കോന്നാണ്. മനസ്സിലായോ? അതിൻ്റെ കംപ്ലീറ്റ് ദോഷം ആർക്ക് വരും? അവർക്ക് വരും. കാരണം ഇത്രയും വ്യക്തമായി ഇതിനകത്തൊരു വിലയുണ്ട്. അത് ഇപ്പോൾ ഞാനെന്ന് സുവിശേഷ വില ഉദാഹരണം എടുക്കണം. സുവിശേഷ വേലക്കാരൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാണ്, സഹോദര സഹോദരി, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് പറയാണ്, ഇന്നതാണ് കേസ്, നിങ്ങൾ ഇന്ന രീതി പ്രാർത്ഥിച്ച് ഇന്ന രീതിയിൽ വരണമെന്ന് ഞാൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം എന്നിൽ ദൈവാത്മാവ് ചലിപ്പിച്ചിട്ടാണത് പറയുന്നത്. എന്നിൽ ദൈവാത്മാവ് ചലിപ്പിക്കണമെങ്കിൽ ഞാൻ അതിന് കൊടുക്കുന്നൊരു വിലയുണ്ട്. മനസ്സിലായോ? ചുമ്മാ ഒരാളെടുത്തും പരിശുദ്ധാത്മ ഇടപെടത്തൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന കുറേ സാക്രിഫൈസുകളുണ്ട് ജീവിതത്തിനകത്ത്. നമ്മുടെ ഇഷ്ടങ്ങൾ കുറേ കളഞ്ഞിട്ടാണ്, നമ്മുടെ ആഗ്രഹങ്ങളും ആഘോഷങ്ങളും ബലിയർപ്പിച്ചിട്ടാണ്. മനസ്സിലായോ? നിങ്ങൾ കാണുന്ന പലതും ഞാൻ കാണുന്നില്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പലതും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് പലതും. ഇപ്പോഴും ഇഷ്ടമുള്ളത് പലതും വേണ്ട തള്ളിക്കളഞ്ഞിട്ടാണ്. പല കാഴ്ചകളും പല കേൾവികളും പല യാത്രകളും പല മോഹങ്ങളും ബലി കൊടുത്തിട്ടാണ്, സാക്രിഫൈസ് ചെയ്തിട്ടാണ് ദൈവസ്ഥാനിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് ചില ആലോചനകൾ പറഞ്ഞു തരുന്നത്. ആ ആലോചന ആയിരിക്കും ചിലപ്പോൾ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ വിലയുണ്ടതിന്. മനസ്സിലായോ? നിങ്ങൾ പുറംകാൽ കൊണ്ട് തട്ടിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്കുണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് നിൻ്റെ കാലിൽ പൊടിയും തട്ടിയിട്ട് നീ പൊക്കോ, നിനക്കൊരു ദോഷം വരില്ല. ആ പൊടി എന്ത് ചെയ്യും? അവർക്കെതിരെ സാക്ഷ്യമായി പറയും. അതാണ് കാരണം. ആ പൊടി അവർക്കെതിരെ നിൽക്കും, സാക്ഷ്യമായി നിൽക്കുമ്പോൾ ദോഷം വരും. സീരിയസ്ലി ഞാൻ പറയുന്നത് അപകടമാണ്. ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ, വില കൊടുത്തൊരു ശുശ്രൂഷകൻ ഒരു കാര്യം ദൈവാലോചനയായിട്ട് പറഞ്ഞാൽ വില കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് പൊടി അവിടെ കിടക്കും. അത് നിങ്ങളുടെ ലൈഫിൽ ഇതുള്ളതാണ്. നിങ്ങളൊരാളോട് നിങ്ങൾ ഈ സാക്രിഫൈസ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞില്ല എന്തെല്ലാം കാര്യം നിങ്ങൾക്ക് പറഞ്ഞു, വടിയെടുക്കണം അല്ലെങ്കിൽ വടിയെടുക്കരുത്, പൊക്കണ എടുക്കരുത്, അപ്പം എടുക്കരുത്, കാശ് എടുക്കരുത്, ഇതെല്ലാം സാക്രിഫൈസ് ചെയ്തൊരു ജീവിതമാണ് നിങ്ങളുടെതെങ്കിൽ, അതിനൊക്കെ വില കൽപ്പിക്കാതെ കർത്താവിന് വില കൊടുത്തൊരു ജീവിതമാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ സഹോദരൻ നീ ഇന്നതുപോലെ പ്രാർത്ഥിക്കുന്നു, സ്വർഗമാലോചന നീ പറഞ്ഞാൽ ആ വാക്കിനൊരു വിലയുണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾ ആരോട് പറഞ്ഞാലും സ്വർഗം ഒരു വിലയിട്ട് വെച്ചിട്ടുണ്ട്. ആ വില ആ വ്യക്തി കൊടുത്തേ പറ്റും, മസ്റ്റാണ്, കൊടുത്തേ പറ്റും. അതിന് ഒരടി തിരിച്ച് ആ വ്യക്തി തിരിച്ച് സംസാരിച്ചാൽ ശാപമാണ്. അത്ര വില നിങ്ങൾക്ക് വരും. വലിയ വിലയാണത്, വലിയ വില. അതാണ് നിങ്ങൾ ലോകം തരുന്ന വിലയല്ല ഒരു സുവിശേഷ വില ചെയ്യുന്നൊരു മക്കൾക്ക് കൊടുക്കുന്ന വിലയെന്ന് പറയുന്നത്. കർത്താവിനെ പോലെ മുട്ടുകുത്തി സ്വയം സാക്രിഫൈസ് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗം ഇടുന്ന വില ലോകത്തിന് കോടികൾ കൊടുത്താൽ കിട്ടാത്ത സ്വർഗം ഇടുന്ന വിലയാണത്. അവൻ്റെ നാവിലെ വാക്കിന് വിലയുണ്ട്, അവർ പറയുന്ന ആലോചനകൾക്ക് വിലയുണ്ട്. നിങ്ങൾ അങ്ങനെ ആവണം. മനസ്സിലായോ? നിങ്ങളുടെ നാവിന് പവറുണ്ടാവണം. നിങ്ങളുടെ ഒരമ്മ വില കൊടുത്ത ഒരമ്മ ഒരു വാക്ക് മകനോട് പറഞ്ഞാൽ മകൻ അനുസരിച്ചിരിക്കണം. വില കൊടുത്തൊരമ്മ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് പറയും, മാതാപിതാക്കൾ വില കൊടുത്തു വരണം. മാതാപിതാക്കൾ സാക്രിഫൈസ് ചെയ്ത് ലൈഫ് എടുത്താലേ മക്കൾ നന്നാവും. കാരണം അവരുടെ നാക്കിനൊരു അനോയിൻറ്റിങ് കാണും, ആ വാക്കിനൊരു വിലയുണ്ട്. ആ കുഞ്ഞത് ഏറ്റെടുക്കുന്നതോടെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. അത് ഏറ്റെടുക്കാത്തടത്തോളം അടി അവന് കിട്ടുകയും ചെയ്യും, തിരിഞ്ഞു വരേണ്ടി വരും. ഉറപ്പായിട്ട് തിരിഞ്ഞു വരും, ഉറപ്പാണ്. ആ അമ്മയുടെ അപ്പൻ്റെ വാക്കിനനുസരിച്ച് അപ്പോൾ പിള്ളേർ തിരിച്ചു വന്നിരിക്കും. കാരണം ആ മാതാപിതാക്കളുമായി കണക്റ്റഡാണ് പിള്ളേർ, പെട്ടെന്ന് കണക്റ്റഡ് ആവും. പെട്ടെന്ന് സാധാരണ സുവിശേഷ വേലയെക്കാളും നമുക്ക് പറ്റും. കാരണം അത്ര ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കില്ലേ, തിരിച്ചു വന്നേ പറ്റും. പ്രിയരെ, നിങ്ങളുടെ നാവിന്, നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു വലിയ വിലയുണ്ട്. നിങ്ങൾ ഒരാളെടുത്തത് പറയാൻ ധൈര്യം കാണിക്കൂ. അങ്ങനെ ഒരു അനോയിൻറ്റ് നിങ്ങളുടെ മേൽ വരട്ടെ. നിങ്ങൾ അതിനുവേണ്ടി വില കൊടുക്കൂ. നിങ്ങൾ പറയുന്ന വാക്ക് അവരെടുക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. എടുത്തില്ലെങ്കിൽ സങ്കടപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിങ്ങൾ മാറി നടക്കാനേ പറ്റും. പൊടി ഇട്ടിട്ട് മാറുക. സ്വർഗം അതിനകത്ത് ചില ഇടപെടലുകൾ നടത്തും. മാറി എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. ഓക്കെ, ആ മർമ്മത്തിലേക്ക് തീരെ പോകുന്നില്ല, നമുക്ക് തീർക്കാം. അങ്ങനെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ അവിടെ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിൽ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞു കളവിനെന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. എണ്ണ തേച്ച് സൗഖ്യം വരുത്തി. ഒരു മീഡിയം ഉപയോഗിക്കുന്നു, എണ്ണ അല്ല,
വിശദീകരിക്കേണ്ടല്ലോ. എണ്ണയൊക്കെ നമ്മൾ പ്രാർത്ഥന ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഉപയോഗിക്കാം, നിങ്ങൾക്ക് തന്നെ പ്രാർത്ഥിച്ച് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എണ്ണയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് അവനുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളൊരു എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച് കൊടുക്കൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾ കൊടുക്കൂ, കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുക്കൂ. ശുശ്രൂഷകൻ തന്നെ വേണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഇതേപോലെ ആവണം. നിങ്ങൾക്ക് അധികാരം തരാൻ പറയണം, നിങ്ങൾക്ക് അഭിഷേകം തരാൻ പറയണം, ശുശ്രൂഷകൾ കരുത്തരാൻ പറയണം. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചെയ്യും, ഞങ്ങളുടെ വീട് സെറ്റ് ചെയ്യും കർത്താവ്, അതുപോലെ മറ്റുള്ളവർക്ക് ഞാൻ പ്രയോജനമാകും എന്നെല്ലാവരും പറയണം. എല്ലാവരും കർത്താവേ ഞാൻ നിൻ്റെ സാക്ഷ്യമായി പറയും, നീ എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ അങ്ങയെപ്പറ്റി പറഞ്ഞോളാം, എന്നെ രക്ഷപ്പെടുത്തു, ഞാനിത് പറഞ്ഞോളാം, എന്നെ അനുഗ്രഹിക്കും, ഞാനിത് പറയാം. ഒരു നാമധേയ ക്രിസ്ത്യാനായിട്ട് ജീവിക്കരുത്, ചത്ത ക്രിസ്ത്യാനെ ജീവിക്കരുത്. ചത്ത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിനകത്ത് നിന്ന് അതേപോലെ ആവാൻ ശ്രമിക്കരുത്. പുറത്തേക്ക് വരൂ, വെളിച്ചമായി പുറത്തേക്ക് വരൂ. അതൊരു അനോയിൻറ്റിംഗ് ആണ്. 2025 അനേകം പേർക്ക് ഇത് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പാണ്. എനിക്ക് ഉറപ്പായ കാര്യം നിങ്ങൾ പലർക്കും. അതുകൊണ്ട് എത്ര പേര് ഇത് പ്രാർത്ഥിക്കുമോ അവർക്കെല്ലാം ഇത് കിട്ടും. പക്ഷേ ഓരോരുത്തർ വ്യത്യസ്തമായി വിളിയായിരിക്കും കേട്ടോ. എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് വലുതാവാം, ചിലർക്ക് ചെറുതാവാം, ഞാനിപ്പോൾ ഒരാളാവാം. പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യണം. ഈ വചനം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും കേട്ടല്ലോ. ഈ വചനം വെച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഓരോന്നും എടുത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് ഇതിലേതെങ്കിലും ഒരു ആർത്തി എനിക്കുണ്ടെങ്കിൽ മാറ്റിത്തരാൻ പറയണം. എന്നുവെച്ചാൽ നമ്മൾ അറിയില്ല, ഉള്ളിൽ കാണും. ഭക്ഷണമാവട്ടെ, വസ്ത്രമാവട്ടെ, പണമാവട്ടെ, തെറ്റായ ഒരു ആർത്തി എനിക്കത് മാറ്റി നിൻ്റെ മകനാക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. സുവിശേഷം പറയാൻ അധികാരം തരാൻ പറയണം, അഭിഷേകം തരാൻ പറയണം. കുഞ്ഞുങ്ങൾക്ക് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ അധികാരം തരാൻ പറയണം. കർത്താവ് ഇത് തരും നിങ്ങൾക്ക്. നിങ്ങളെ യൂസ് ചെയ്യുന്ന ദൈവം അത്ഭുതമായി മാറും, അനേകർക്ക് പ്രയോജനമായി മാറും. ദൈവം നിങ്ങളുടെ വചനത്തിലൂടെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.